This video is powered by MyG Future. Experience the next. In association with Arabian Gold and Diamonds. ഇത് മനസ്സിൽ ഇതിന്റെ പാസ്വേഡ് ഒന്ന് മനസ്സുകൊണ്ടൊന്ന് റിപ്പീറ്റ് ചെയ്യും. ഇന്ന് നമ്മുടെ കൂടെ one and only ജയസൂര്യ. എങ്ങനെയുണ്ട്? അടിപൊളി. ചതിക്കാത്ത ചന്തു എന്ന് പറയുന്നത് ചന്തി മറ്റേ ഇന്ത്യൻ മറ്റേ സാധനം പറ ഇന്ത്യൻ പ്രേതം എന്ന് പറയുന്ന സിനിമയിൽ കോൾഡസ്റ്റ് ടീ എവർ. ഞാൻ പേളിമാണിയുടെ ഷോസ് കാണാറുണ്ട്, വളരെ രസമാണ്. ഇതെല്ലാം സ്വന്തമാണോ അതോ വാടകയാണോ? ജിമ്മിലായിരുന്നു നമ്മൾ സംസാരിക്കുമ്പോൾ. ഇല്ല ഞാൻ ജിമ്മിൽ ചെയ്തുകൊണ്ടിരിക്കാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഇങ്ങനത്തെ ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ. എനിക്ക് എന്തെങ്കിലും ഒരു ഇതിനകത്തൊരു വേഷം എന്തെങ്കിലും തരും. ഞാനിങ്ങനെ മിമിക്രി ആർട്ടിസ്റ്റൊക്കെയാണ്, അതിനകത്ത് പറ്റുന്നൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ എല്ലാ തോട്ട്സും എൻ്റെ അകത്തോട്ട് പോകുന്നുണ്ട്. ഞാനും എന്തെങ്കിലുമൊക്കെ വരും, എനിക്ക് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ചാൻസ് തരും. Hello guys, welcome to MyG Presents Pearly Mani Show in association with Arabian Gold and Diamonds. ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ ഒരു അടിപൊളി ഒരു ഗസ്റ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മളെ ഒരിക്കലും ചതിക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു ചതിക്കാത്ത ചന്തുവാണ്. ഒരു ഊമ പയ്യനാ വരുന്നത്. പക്ഷെ ഞാൻ ഇന്ന് ഉരിയാടാണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്തായാലും ഇന്ന് എന്താവെന്ന് അറിയില്ല. ഷാജി പാപ്പനാണ് വരാൻ പോകുന്നത്. The one and only ജയസൂര്യ on MyG Presents Pearly Mani Show in association with Arabian Gold and Diamonds. Jayasuriya, a name that doesn't just sit on a poster. It lives in moments, in silences that speak, in characters so real they stay with you long after the credits roll. A national award winner, a Kerala State Award winner, but beyond the trophies and the titles, a man who chose the braver path every single time. Here is what makes him different. He never stayed where it was comfortable. He reinvented. He surprised us. He moved us in ways we didn't expect. This is someone whose journey I have watched up close. The passion, the patience, and the relentless hunger to be better. He's proof that when you commit to your craft with your whole heart, the whole world will eventually stand up and takes notice. Let's welcome Jayasuriya to Pearly Mani Show. Pearly Mani Show. Hello guys, welcome to MyG Presents Pearly Mani Show in association with Arabian Gold and Diamonds. ഇന്ന് നമ്മുടെ കൂടെ എൻ്റെ ഒച്ചയ്ക്ക് എവിടേക്കും എക്സൈറ്റ്മെന്റ് കാരണമാണ്. ബിക്കോസ് ഐ എം സോ ഹാപ്പി ടു ഹാവ് എ വെരി സ്പെഷ്യൽ ഗസ്റ്റ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള, നമ്മളെയൊക്കെ കുറേ ചിരിപ്പിച്ച് നമ്മളെ എന്റർടൈൻ ചെയ്തിരിക്കുന്ന ഒരു എന്റർടൈനർ, ഒരു ഫുൾ പാക്കേജ് ആണ് ഇന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത്. വൺ ആൻഡ് ഓൺലി ജയസൂര്യ. I would be calling you Jayata because I think that is the relationship we have. Yes. And you are such a talent, Jayata, and it's so nice to have you. ഇന്ന് നമ്മുടെ ഈ ഒരു ഷോയിൽ ജയേട്ടൻ ഇവിടെ വന്നിരിക്കുമ്പോൾ I'm so happy. Thank you so much. ഒരുപാട് സന്തോഷം. Do you remember ഞാൻ ഫസ്റ്റ് എപ്പോഴാണ് ഈ ഷോയിലേക്ക് വിളിച്ചതെന്ന് ഓർമ്മയുണ്ടോ ജയേട്ടൻ? ഫസ്റ്റ് എപ്പിസോഡ് എനിക്ക് നല്ല ഓർമ്മ. ഈ ഷോ തുടങ്ങി ഫസ്റ്റ് ഞാൻ I wanted him as a guest because എനിക്ക് ആ സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആക്ടേഴ്സിൽ എനിക്ക് ആ ഒരു ഫ്രീഡം ഉള്ള ഒരാൾ. എപ്പോൾ വിളിച്ചാലും സരിത ചേച്ചി ആണെങ്കിലും ജയേട്ടനാണെങ്കിലും ആദിയാണെങ്കിലും, ആദി ആൻഡ് വേദു, ഇവർ രണ്ടുപേരും, വേദു എന്നാ വിളിക്കുക നമ്മള്. ഭയങ്കര ഡാൻസറാണ് ആദി, ഭയങ്കര ഇന്റലിജന്റ് ആണ് അവൻ. അന്നേ എഡിറ്റിങ്ങും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള എന്റെ ബുദ്ധിയാണ്. വീട്ടിൽ ആദ്യം ഓപ്പോസിറ്റാ പറയാ, ഞാനാണ് അച്ഛനെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നത്. സത്യമാണ്. ഇത് മാത്രം കട്ട് ചെയ്ത അന്ന് അവൻ ഒരു വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തത് ഐ റിമെമ്പർ. പ്രേതമൊക്കെ ചെയ്യുന്ന സമയത്ത് ഐ തിങ്ക് ഹി വാസ് ഇൻ ടു ഓൾ ദാറ്റ്. അത്രയ്ക്കും ഒരു ഫാമിലി പോലെ ഒരാളാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. ഒരുപാട് സന്തോഷം. അന്ന് വരാൻ പറ്റാത്തതിൽ അറിയാലോ, കത്തനാര് എന്ന് പറയുന്ന സിനിമയായിട്ട് ഞാൻ ലോക്ക്. അപ്പൊ അന്ന് വിശേഷങ്ങളൊന്നും പറയാനില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്തെങ്കിലും പുതിയ വിശേഷങ്ങൾ പറയാനുണ്ടാവുമ്പോഴത്തേക്കും ഞാൻ വരാമെന്ന് പറഞ്ഞു. ഇന്ന് പുതിയ വിശേഷങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ട് ഇതാ വിളിച്ചു, ഞാൻ വന്നു. യെസ്, അപ്പോൾ താങ്ക് യു സോ മച്ച്. നല്ലൊരു കൈയ്യടി കൊടുക്കാം. ഞാൻ സാധാരണഗതിയിൽ സ്റ്റേജിലാണ് ഇത് കണ്ടിട്ടുള്ളത്, ഇത്രയും ആളുകൾ കൈയടിയൊക്കെ. പക്ഷേ നിങ്ങൾ ഒരു കുടുംബം ഇങ്ങനെയൊക്കെ കുറേ ആളുകൾ, ഞാൻ ഒരുപാട് ഷോയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു
ഒരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. വളരെ സന്തോഷം. നമുക്ക് we have a national award winner, a state award winner with us. ഈ നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡ് എന്നൊക്കെ പറയുമ്പം ഒരു വെൽ ഡിസേർവ്ഡ് ആയിട്ട് നമുക്ക് പ്രൗഡായിട്ട് തോന്നുന്ന ഒരു ആക്ടറാണ്. സോ വെൻ യു ഗെറ്റ് എ നാഷണൽ അവാർഡ് ഫോർ എ മൂവി ലൈക്ക് സുധീവ് ആത്മീകം ആൻഡ് ഓൾസോ ഫോർ ലൂക്ക ചുപ്പി ആൻഡ് കേരള സ്റ്റേറ്റ് അവാർഡ് ഫോർ അഗൈൻ സുധീവ് ആത്മീകം ആൻഡ് ലൂക്ക ചുപ്പി, ഹൗ ഡിഡ് യു ഫീൽ ഒരു സിനിമ അതും ഒരു ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു സുധീവ് ആത്മീക. നമ്മളൊക്കെ അമ്പരന്ന് പോയത് ശരിക്കും അങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ. സോ ഗെറ്റിംഗ് ടു ദാറ്റ് ക്യാരക്ടർ. പിന്നെ മ്യൂസിക് ഈ ഡൗൺ ടു എർത്ത്. നാഷണൽ ലെവലിൽ അത് റെക്കഗ്നൈസ്ഡ് ആവുക എന്ന് പറയുമ്പോൾ അത്രയും ആക്ടേഴ്സിൻ്റെ ഇടയിൽ the whole nation is watching you. How did you feel അന്ന് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂൾ ബസ് എന്ന് പറയുന്ന പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് ഞാൻ അറിയുന്നത് ഈ പറഞ്ഞതുപോലെ നാഷണൽ അവാർഡ് ഉണ്ടെന്നുള്ളത് സുധീവ് ആത്മീകത്തിന്, അതുപോലെ തന്നെ ലൂക്ക ചുപ്പിക്കും. അപ്പോൾ നമ്മളൊക്കെ മിമിക്രി എന്നൊക്കെ വന്നിട്ടുള്ള ആളുകളല്ലേ, എന്നിട്ട് വന്നിട്ട് ഈ പറഞ്ഞതുപോലെ നാഷണൽ അവാർഡ് മേടിക്കാൻ പറ്റുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. നമ്മൾ കുടുംബമായിട്ട് ഫാമിലിയായിട്ട് തന്നെയാണ് പോവുകയും ആ ഒരു മൊമെൻ്റ് എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതൊരു വല്ലാത്ത ഒരു 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 ഭയങ്കര വലിയ ഒരു എന്താ പറയുക ബ്യൂട്ടിഫുൾ ആയിട്ട്. എവിടെയാ അത് വെച്ചിരിക്കുന്നത്? അത് ഷെൽഫിലാണ്. അത് അവിടെ കബേർഡിനകത്തോ? അല്ലല്ല, നമ്മുടെ വീട്ടിൽ. അത് ഇന്ന് കൊണ്ടുവരാറുന്നില്ലേ? നമുക്കിങ്ങനെ ഇവിടെ വെക്കായിരുന്നു. എന്തിനത് ഇവിടെ? ഞാൻ ഇതൊരു നാഷണൽ അവാർഡ് കയ്യിൽ തൊട്ടിട്ടില്ല. അയ്യോ, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് നാഷണൽ അവാർഡ് വേണം. ആണല്ലേ? ഞാൻ പറയും ആണോ എന്താ ചെയ്യേണ്ടതിന് ശരിക്കും അതിനെ ഇതെന്തോ എനിക്കൊരു ലക്കിന് കിട്ടിയത്. അത് ഞാനിപ്പോ എനിക്കുണ്ടോ? അത് തീർച്ചയായിട്ടും ഉണ്ട്. പ്രേതം എന്ന് പറയുന്ന സിനിമയിൽ എനിക്ക് ഓർമ്മിക്കണം. അതിലെന്റെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? യു ആർ ദ ഓൺലി വൺ ഹു അപ്രീഷിയേറ്റ് മീ. എന്നെ നന്നായിട്ടുണ്ട്. അത് ആരെങ്കിലും ഒരാൾ മോശം പറഞ്ഞ ശത്രു? ഇല്ല. കുറെ പേര് എന്റെ അടുത്ത് പറഞ്ഞു ഞാനാ പ്രേതം എന്നാ വിചാരിച്ചത്. അത് എനിക്കൊരു അതാണ് എനിക്ക് വേണ്ടി. ട്വിസ്റ്റ് അവർ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അതാണ് രഞ്ജിത്ത് സാർ ഉദ്ദേശിച്ചത്. കറക്റ്റ്. പക്ഷെ ഉഗ്രനായിട്ട് ചെയ്തിട്ടില്ലേ? ഉഗ്രനായിരുന്നു. പക്ഷെ പിന്നീട് എന്താണ് സജീവമാകാതെ ആരും വിളിച്ചില്ല. അത് വെറുതെ പേളി, അത് പറയരുത്. ഹിന്ദിയിലൊക്കെ നിങ്ങൾ പോയി അഭിനയിക്കുന്നു. ഇതാണ് സത്യം. സത്യം. റെഡ് ബുൾ ആണ് സത്യം. എന്നെ ആരും വിളിക്കുന്നില്ല. ആണോ? പക്ഷെ എനിക്ക് ആ ലെവൽ പെർഫോമൻസ് ഒന്നും ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് ഓപ്പോസിറ്റ് ആക്ടർക്ക് വേണം. പ്രൊഡ്യൂസറിനോ കഴിവാണോ ക്ഷമയാണോ? അതായത് നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ ചില ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല. അത് വല്ലപ്പോഴും നമ്മളിടും. ഈ പട്ട ഇല എന്നൊക്കെ പറയുന്നതേ നമ്മൾ ഡെയിലി പട്ടയുടെ ഇല, അത് ബിരിയാണിയിലേ അത് ഇടുള്ളൂ. അതുപോലെ അങ്ങനത്തെ സിനിമയിൽ മാത്രമേ എന്നെ അവർ വിളിക്കൂ. വളരെ റയർ യൂണീക്ക് ആയിട്ടുള്ള സിനിമ. ഇതെല്ലാം വെട്ടി കളയണേ. തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു സിനിമ വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ വിളിക്കാം. സാരി എന്തോ പ്രശ്നം പറ്റിയെന്ന് ഒന്നുമില്ല. ഇതിപ്പോ എനിക്കറിയാം. ഞാൻ 2-3 എപ്പിസോഡ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ ചോദിക്കണത് അടിപൊളി സാരി ഇത് എവിടെന്നാ? എങ്ങനെ മനസ്സിലായി? അയ്യോ നേരത്തെ പറഞ്ഞില്ലേ? 3 മണിക്കൂർ എടുത്താ ഞാൻ റെഡി ആയത്. നീലൂടെ കുഞ്ഞുടുപ്പ് തയ്ച്ച ചേച്ചി ഇത് തയ്ച്ച അതാണ് ഇങ്ങനെ വള്ളിയൊക്കെ. എങ്ങനെയുണ്ട്? അടിപൊളി. മേക്കപ്പ്, ഹെയർ, മാല. കയറി വരുമ്പോ തൊട്ടുള്ള കാര്യങ്ങൾ പറയണോ? ഫർണിച്ചർ എല്ലാം, പെയിന്റ്, മറ്റേ ഡോറിന്റെ ഇത്, ഡോർമാറ്റ് എല്ലാം. സത്യം പറ, എന്നെ ഇവിടെ ഇതിന്റെ ബ്രാൻഡിങ്ങിന് വേണ്ടി വിളിച്ചാണോ? സൈഡിൽ കൂടി ഒരു പ്രമോഷന്? സാരല്ല, ഇതൊക്കെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് കണ്ടാൽ മതി. ഞാൻ കാര്യം ചോദിക്കട്ടെ, യു സ്റ്റാർട്ടഡ് യുവർ കരിയർ. ഇപ്പം ഞാനിരിക്കുന്ന ഈ പൊസിഷനിലാണ്. യു സ്റ്റാർട്ടഡ് ഫോണിംഗ് പ്രോഗ്രാംസ്, മിമിക്രി, ആൻഡ് യു ഡിഡ് എവറിത്തിങ് റിലേറ്റഡ് ടു ആർട്ടിന് റിലേറ്റഡ് ആയിട്ട്. പിന്നെ സൈഡ് റോൾസ്, ചെറിയ ചെറിയ റോൾസ് ഒക്കെ ചെയ്തിട്ടാണ് യു സ്റ്റാർട്ടഡ് യുവർ കരിയർ. ആ ഫോട്ടോ ഒന്ന് നമുക്കിപ്പോൾ കാണിക്കാം. ഇതാ ഈ ഫോട്ടോ നോക്കും. അയ്യോ, അതിന്റെ പുറകിലെ കഥ ഒന്ന് പറയോ? ഇല്ലല്ല, ഒന്നുമില്ല. എന്തൊരു പാവം. ഇങ്ങനെ എനിക്കൊരു ഡയലോഗ് തരുമോ? ആ റോൾ അതല്ലേ ആലോചിച്ച് ഇവരെന്താ എനിക്കൊന്നും തരാത്ത? സത്യം, അതുകൊണ്ട് അതിന്റെ വിഷമവും ദേഷ്യവും ഒക്കെ ഉണ്ടല്ലോ മുഖത്ത്. കാരണം ഞാൻ അതിന് മുമ്പ് രാവിലെ തൊട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം. കറക്റ്റ് ആണത്. രാവിലെ എന്റെ വീടിന്റെ അടുത്ത് മരട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്.
അവിടെയാണ് ഷൂട്ടിങ് നടക്കണേ. അപ്പോൾ മണിച്ചേട്ടൻ എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ രാവിലെ ഇവരൊക്കെ എത്തുന്നതിന് മുമ്പ് നമ്മൾ എത്തുമല്ലോ. ഇവർക്ക് എപ്പോഴെത്തായിരുന്നു പറഞ്ഞ് നമ്മൾ രാവിലെ അവിടെ ചെന്ന് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ വിനിച്ചേട്ടനായത്. വിനിച്ചേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട് രാവിലെ. അപ്പോൾ ഞാൻ ഡയറക്ടർ ആരാ? അപ്പോൾ ഇവരൊന്നും മുഖപരിചയം ഒന്നുമില്ലല്ലോ ആയിരിക്കുന്നു. അപ്പോൾ ഞാൻ ചെന്നിട്ട് ചേട്ടാ എനിക്ക് എന്തെങ്കിലും ഒരു ഇതിനകത്തൊരു വേഷം എന്തെങ്കിലും തരൂ, ഞാനിങ്ങനെ മിമിക്രി ആർട്ടിസ്റ്റൊക്കെയാണ്. അതിനകത്ത് പറ്റുന്നൊന്നുമില്ല കേട്ടോ, അതിനകത്തൊന്നുമില്ല ഇല്ലെന്ന് പറഞ്ഞു. അത് അയ്യോ അതെന്തായി പറഞ്ഞത്, അല്ലെങ്കിൽ 2-3 വാക്കുകളാണ്, പറ്റിയൊരു സംഭവമില്ല, അല്ലെങ്കിൽ നല്ല സംഭവം വരുമ്പോൾ വിളിക്കാം കേട്ടോ. ഞാൻ എപ്പോഴും വിചാരിക്കുന്നുണ്ട് ഇവരെങ്ങനെ എന്നെ വിളിക്കാനാണ്, ഒരു പരിചയമില്ല, ഒന്നുമില്ല. പക്ഷെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവരെ തെറ്റ് പറഞ്ഞിട്ട് വരില്ല, എന്ത് വെച്ചിട്ടാ നമുക്കൊരു ചാൻസ് തരിക? അന്ന് മറ്റേ റോൾ ഫിലിം അല്ലേ, ഒരുപാട് പൈസ അല്ലേ. അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ ഒരാൾക്ക് ചാൻസ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ റീലോ എന്തെങ്കിലും ഒരു സംഭവം കാണിക്കാൻ ഇപ്പോഴുള്ള പിള്ളേർക്കുണ്ട്. അന്നൊന്നുമില്ലല്ലോ. നിന്ന് വഴിയിൽ നിന്ന് പെരുവഴിയിൽ നിന്ന് മിമിക്രി കാണിക്കുക എന്നുള്ള കവിഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റുക? ഒന്നുമില്ല. അപ്പോൾ നോക്കട്ടെ, ഇതിനകത്തൊന്നുമില്ല. പിന്നെ ഞാനൊന്ന് പയ്യനല്ലേ, ഞാനെന്തോ 9-10 എന്തോ പഠിക്കണേ ആ സമയത്ത് ഇത് തന്നെ പരിപാടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ തന്നെ ചെന്ന് ചോദിച്ചു, പറഞ്ഞു ഒന്നുമില്ല ഇതിനകത്ത്, നോക്കട്ടെ അങ്ങനെ എന്തോ പറഞ്ഞു. ഇത്രയും കൊല്ലം മുമ്പല്ലേ, ഡയലോഗൊന്നും എനിക്ക് ഓർമ്മയില്ല, എന്തായാലും കിട്ടിയൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് മണിച്ചേട്ടൻ വന്നിട്ട് പുള്ളി ഇങ്ങനെ ആ സീൻ ഇങ്ങനെ ഇംപ്രവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ എല്ലാ തോട്ട്സും എൻ്റെ അകത്തോടി പോകുന്നുണ്ട്. ഞാനും എന്തെങ്കിലുമൊക്കെ വരും, എനിക്ക് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ചാൻസ് തരും, എന്നെയും വിളിക്കും. അതാണ് ഇതെല്ലാം ഉണ്ട് ഇതിനകത്ത്. ഇതോര് കുത്തിപ്പൊക്കിന്നാണ് ആലോചിക്കണത് അന്നത്തെ. ഞാൻ ചെയ്തപ്പെട്ട നീ ഫോട്ടോ കിട്ടിയ അതായിരിക്കും. പിന്നെ anyway, it's a beautiful memory. So how does it feel അങ്ങനത്തെ ഒരു ഹംബിൾ ബിഗിനിങ്ങിന് ഇന്ന് 100-ൽ പരം സിനിമ ചെയ്തിട്ട് നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ്? അതും സച്ച് അമേസിങ് റോൾസ്, ചാലഞ്ചിങ് ആയിട്ടുള്ള റോൾസ് ചെയ്യാൻ അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ് മാത്രം ചെയ്യുന്ന കേപ്പബിൾ ആയിട്ടുള്ള ഒരു ആക്ടറാണ് ജയേട്ടൻ. നമ്മളുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു ചാലഞ്ചിങ് റോൾ ഇപ്പോൾ അമീർ ഖാനൊക്കെ ചെയ്യത്തില്ലേ, ഭയങ്കര ബോഡി ട്രാൻസ്ഫോർമേഷൻ, ഫുൾ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരിൽ ഒരാളായിട്ടാണ് നമ്മൾ ജയേട്ടനെ കാണുന്നത്. സോ ഹൗ ഡസ് ഇറ്റ് ഫീൽ ടു ഹാവ് ദിസ് ജേർണി, ഇത്രയും ഹംബിൾ ബിഗിനിങ്ങിന്ന് ഇന്നിവിടെ ഇരിക്കുമ്പോൾ? വലിയ സന്തോഷമാണ്, വലിയ സന്തോഷവും അഭിമാനമൊക്കെയാണ്. കാരണം ഇതിങ്ങനത്തെ ക്യാരക്ടേഴ്സ് കിട്ടിയതിൻ്റെ പേരിലല്ലേ. പിന്നെ നമുക്കൊരു ആഗ്രഹമുണ്ട്, നമ്മൾ എപ്പോഴും ഒരു കംഫർട്ട് സോണിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ. അങ്ങനെയാണ് ആദ്യം മുതൽ ചെയ്തിട്ടുള്ളത്. തുടങ്ങിയ സമയത്ത് പുലുവാൽ കല്യാണം, അല്ലെങ്കിൽ കുറേ സിനിമകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഉമ്മപ്പെണ്ണ് കഴിഞ്ഞിട്ട് അതൊരു ചലഞ്ചിങ് ക്യാരക്ടറായിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാം ഒരേ കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ആയിരുന്നു കിട്ടിയിരുന്നത്. അതിന് ശേഷമാണ് നമുക്ക് എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് പതുക്കെ വില്ലനിലേക്ക്, നായകനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വില്ലനിലേക്ക്, ചില സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സിലേക്കും ഒക്കെ മാറിയത്. അപ്പോഴാണ് നമുക്ക് പോലും അറിയാതെ ഇതെന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അതാണ്. പക്ഷെ ഇതിലേക്ക് മാറുമ്പോഴാണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി തുടങ്ങിയത്. അപ്പോൾ ഓക്കെ, ഇനിയിപ്പോൾ ഇങ്ങനത്തെ പരിപാടികൾ പിടിക്കാം. എന്തൊക്കെ വന്നാലും ഒരു ആക്ടർ ഹാപ്പിനെസ് ആണ് ഏറ്റവും വലുത് അല്ലേ. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അടിപൊളി. താങ്ക് യു. സോ അഗൈൻ ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ എന്ന് പറഞ്ഞപ്പോഴാണ് ദാറ്റ് വാസ് ലൈക്ക് യുവർ ഡെബ്യൂ മൂവി. ഇൻ 2002 ആ സിനിമ വരുന്നത്. സാധാരണ ഒരു ഹീറോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഡയലോഗിലായിരിക്കും പെർഫോമൻസ് നമ്മൾ നോക്കുക, ഈ പെർഫോമൻസ് ചെയ്യുമ്പോൾ ഇത് പഠിക്കണം, ഡയലോഗിൽ പവർ വേണം അങ്ങനെ വിചാരിച്ചിട്ട്. പക്ഷേ നിങ്ങൾ 2 പേർക്കും അതിൽ പെർഫോമൻസ് ചെയ്യണം. പക്ഷെ ദർ ഇസ് നോ വേ യു ക്യാൻ ടോക്ക്. ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ. സോ ഹൗ ഡിഡ് യു ഡു ദാറ്റ്? അങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്നപ്പോൾ എന്താ ഫസ്റ്റ് തോന്നിയത്? ആൻഡ് എങ്ങനെയാണ് ഈ സിനിമ ചെയ്യുമ്പോൾ ഉള്ളൊരു ഫീലിംഗ് എന്തായിരുന്നു? അല്ല, അത് ഇതുപോലെ തന്നെയാണ്. ഇപ്പോൾ വിനയൻ സാറ് ഞാൻ വേറൊരു സീരിയലിൻ്റെ ലൊക്കേഷനിലൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെയാണ് ഫോൺ വരുന്നത്. രാജൻ ഫിലിപ്പ് എന്ന് പറയുന്നിട്ടുള്ള പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ ആദ്യമായിട്ട് വിളിക്കുന്നതും വിനയൻ സാറിനെ ചെന്ന് കാണാൻ വേണ്ടി പറയുന്നു. വിനയൻ സാറിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ സാർ എന്തെങ്കിലും ഒരു സംഭവം ചെയ്ത് കാണിക്കാൻ പറയുന്നു. അദ്ദേഹം ഒരു സിറ്റുവേഷൻ തരുന്നു. ഞാൻ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നു. അദ്ദേഹത്തിന് പറയുന്നു ഓക്കെ നമുക്ക് പടം ചെയ്യാൻ കുട്ടി എന്ന് അദ്ദേഹം പറയുന്നു. കാരണം ഇത് ഒരുപാട് കേട്ടിട്ടുണ്ടേ, അപ്പോൾ അതുകൊണ്ട് ഇത് എനിക്കറിയില്ല ഇത് റിയൽ ആണോന്ന്. പക്ഷേ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരുപാട് പുതിയ ആളുകളെ കൊണ്ടുവന്നിട്ടുള്ള ആളാണ്. ഉമ്മപ്പെണ്ണ് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം നല്ല തിരക്കാണ്. അപ്പോൾ വിനയൻ സാർ ഭയങ്കര തിരക്കിലാണ്. അപ്പോൾ അങ്ങനെ ഉമ്മപ്പെണ്ണ് സംഭവിക്കുന്നു, ഉമ്മപ്പെണ്ണ് ഹിറ്റാവുന്നു. അതിനുശേഷം അത് തമിഴിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറയുമ്പോഴത്തേക്കും പ്രിവ്യൂ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ പറയുന്നു എന്നാൽ പിന്നെ ഇവനെ തന്നെ നമുക്ക് തമിഴിൽ ഇത് ചെയ്താൽ പോരെ എന്ന് ചോദിച്ചു. അങ്ങനെ തമിഴിൽ അഭിനയിക്കുന്നു, പിന്നെ പോയി കന്നഡയിൽ അഭിനയിക്കുന്നു. അപ്പോൾ മലയാളം, തമിഴ്, കന്നഡ ഇങ്ങനെയായിരുന്നു ഫസ്റ്റ് ലോഞ്ച്. അത് പിന്നെ തമിഴ് അതിലൊക്കെ ഭാഷ പഠിക്കണ്ടല്ലോ, ഒരു പ്രശ്നമില്ല. ഫ്രഞ്ചിൽ വരെ അഭിനയിക്കാതെ സ്ക്രിപ്റ്റിലല്ലോ അല്ല, അങ്ങനെയാണെങ്കിൽ ഹിന്ദിയിലും കൂടി ചെയ്യാം, എല്ലാം കൊറിയൻ ലാംഗ്വേജ് എല്ലാത്തിലും ചെയ്യാറ്. പക്ഷെ എന്ത് സംഭവം എന്ന് വെച്ചാൽ എനിക്കിപ്പോ മനസ്സിൽ ലഡ്ഡു പൊട്ടി. സാധ്യതയുണ്ട് മറ്റേ നാഷണൽ അവാർഡ്. ഓക്കെ, അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല പേളി, ഇതെല്ലാം കഴിഞ്ഞ കുഴപ്പമതല്ല.
ഞാനിതിൽ കംഫർട്ടബിൾ ആയില്ലേ. ഇത് പിന്നെ കഴിഞ്ഞിട്ട് മിണ്ടാണ്ടായ. അല്ല, ഇത് സിനിമയിൽ വന്നപ്പോഴത്തേക്ക് അറിയാതെ ഈ ജസ്റ്റേഴ്സ് അല്ലേ വരുള്ളൂ. എൻ്റെ കഴിഞ്ഞിട്ടുള്ള സിനിമകൾ കുറച്ച് നിങ്ങൾ എടുത്ത് നോക്കിയോ, എല്ലാത്തിലും ഒന്നല്ലെങ്കിൽ ഇങ്ങനെ നോക്കുക, അല്ലെങ്കിൽ ഭയങ്കര ഓവർ എക്സ്പ്രസീവ് ആയിരിക്കും. മാൻഡ്രിസം വരും. അതിപ്പോഴും കുറച്ച് ഉണ്ട്, മാറി തുടങ്ങണേ ഉള്ളൂ. സോറി, ഇത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ വന്നപ്പോൾ കൂടിയതാ. കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കും. അല്ലാതെ പ്രത്യേക പേളിയുടെ ഷോ ആയത് കാവ്യ ശ്രദ്ധിച്ചില്ല, ഫോണിലിരിക്കുമ്പോ എത്ര കയറുന്നു വിളിച്ചായിരുന്നു അല്ലേ ആ കണ്ണാടി കൂടെ. ശരിക്കും ഒന്ന് തിരികെ നോക്കായിരുന്നു അല്ലേ. ഓർമ്മയുണ്ട്. അതൊക്കെ കണ്ട് നെഞ്ച് പൊട്ടി കരങ്ങി ഞാൻ. ഇല്ല, പക്ഷെ ഒന്നും പറ്റിയില്ലല്ലോ ആർക്ക്, നിങ്ങൾക്ക്. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡയലോഗ്സ് ഉള്ള സിനിമകൾ വന്നപ്പോഴാണ് പെട്ടുപോയത്. ഇത് പണിയുള്ള പരിപാടിയാണല്ലോ, മറ്റേത് കുറച്ച് ഈസി ആയിരുന്നേ. അതൊക്കെയായിരുന്നു അതിൻ്റെ ഓർമ്മകൾ. ഓക്കെ, സോ ഇനി എനിക്ക് പറയാനുള്ളത്, നമുക്ക് കുറച്ച് മൂവീസ് എനിക്ക് മെൻഷൻ ചെയ്യണം. ബിക്കോസ് ദീസ് ആർ ദ മൂവീസ് വിച്ച് കം ടു അവർ മൈൻഡ്സ്. നമുക്ക് ജയേട്ടൻ എന്ന് പറയുമ്പോൾ എഗൈൻ ഉമ്മപ്പെണ്ണിന് ഒരു ആട പയ്യൻ, സ്വപ്നക്കൂട്, പുലിവാൽ കല്യാണം, ചതിക്കാത്ത ചന്തു. അതെ, ജസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് പറ്റിയതാ വരാ. ഏതാ? ചന്തി. എന്തിനാ അങ്ങനെ പറഞ്ഞേ? നിങ്ങളല്ലേ അത് പറയുന്നത്? അതൊരു സീനിലല്ലേ? അതെ, ആ സീനിൽ ഒരു ഡയലോഗ്, ആ സീനൊക്കെ എനിക്ക് നെഞ്ചിൽ കേറി ഇരിക്കുന്ന സീനാ, ഹൃദയത്തില്. ഞാൻ കുഞ്ഞായിരുന്നു. ശരിക്കും നിങ്ങളാണ് ആ വേർഡ് എല്ലാ പിള്ളേരെയും പഠിപ്പിച്ചത് കേട്ടോ. ചെറിയ പിള്ളേരെ നശിപ്പിക്കാൻ. നോളജ് അല്ലേ കൊടുത്തേ? ഞാൻ അറിവ് കൊടുത്തില്ലേ? അതൊന്നും ഇറങ്ങിയ എന്തൊരു ഇഷ്ടം. മറ്റേത് ഞാൻ കണ്ടിട്ടുണ്ട്, മറ്റേ മ്യൂസിക് ഡയറക്ടർ കൂടെ ആ പാട്ടൊക്കെ കേൾക്കുന്നില്ല. ഞാൻ റോമിയോ, റോമി എന്ന് വിളിക്കും. ഞാൻ ചന്തു. ചന്തി വേണ്ട, ചന്തു എന്ന് എന്നെ വിളിച്ചാൽ മതി. പേരെന്താ? ചന്തു. ഇഷ്ടമുള്ളവരെന്നെ ആ ഡയലോഗ് പേടി പറയണേ. ഓക്കെ, പേരെന്താ? ചന്തു. ഇഷ്ടമുള്ളവരെന്നെ ചന്തി. ചന്തി എന്ന് വിളിക്കും. വേണ്ട, നീ ചന്തു എന്ന് എന്നെ വിളിച്ചാൽ മതി. അത് കൈ നിട്ട ഡയലോഗാണോ ആ സിനിമയില്? അല്ല അല്ല, നിങ്ങളുടെ സ്വഭാവം വെച്ച് നിങ്ങൾ ഇട്ടിട്ടുണ്ടാവും അത്. സാർ ഇങ്ങനെ പറഞ്ഞാലോ കൈയടി കിട്ടും. കൈയടി കിട്ടിയല്ലോ. ഹലോ, എന്റെ സ്വഭാവമുള്ളവരായിരുന്നു എല്ലാം അവിടെ. റാഫിക്കും ലാലേട്ടനും എല്ലാവരും ക്ലാസ്മേറ്റ്സ്. ഇവർ വിവാഹിതരായാൽ വിവാഹിതരായാൽ ഹാപ്പി ഹസ്ബൻഡ്സ്, ബ്യൂട്ടിഫുൾ. ട്രിവാൻഡ്രം ലോഡ്ജ്, അതൊരു വേറെ തന്നെ ഒരു കൾട്ട് ഒരു മൂവി. ഡേവിഡ് ആൻഡ് ഗോലിയാത്ത്, മുംബൈ പോലീസ്, ഫിലിപ്സ് ആൻഡ് ദ മങ്കി പെൻ, പുണ്യാളൻ അഗർബത്തീസ്, യൂബിന്റെ പുസ്തകത്തിൽ ആ റോൾ. ഓ മൈ ഗോഡ്, പ്രേതം. അതിൽ ആ ഹീറോയിനൊക്കെ എന്തായിരുന്നു? ഭയങ്കര കേളിയുള്ള കുട്ടിയല്ലേ? ആ കേളി ഗേൾ. അത് പ്രാന്തായി പോയിട്ടോ. സോറി. ഓക്കെ, ലെറ്റ്സ് ആക്ട് ആസ് ഇഫ് ഐ ആം നോട്ട്. ആ കുട്ടി ഇപ്പൊ എവിടെയാ? ആ കുട്ടി ഭയങ്കര സക്സസ്ഫുൾ ആണെന്ന് ഭയങ്കര സക്സസ്ഫുൾ ആണ്. ഒരു മിനിറ്റ്, ആ ചങ്ങല ഒന്ന് മര്യാദ പറഞ്ഞതാ. ജസ്റ്റ് മിസ്സിലാണ് നാഷണൽ അവാർഡ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. കരുനാക്കാണോ? ഇവിടെ കരുനാക്ക് ഭയങ്കര. ഞാൻ എന്തെങ്കിലുമൊക്കെ പറയണേ പറയാട്ടെ, ലാസ്റ്റ് ലിസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞിട്ട് ആടൊക്കെ ഭയങ്കര ഹിറ്റ് ആയിരിക്കും അങ്ങനെയൊക്കെ. ഞാൻ പറയാം. ക്യാപ്റ്റൻ, പിന്നെ ഞാൻ മേരിക്കുട്ടി. ഞാൻ മേരിക്കുട്ടിയുടെ ഒക്കെ സമയത്ത് ദ വേ യു ആർ പ്രിപ്പയറിംഗ് ഫോർ ദ മൂവി, മൈ ഗോഡ്. സൂഫിയും സുജാതയും, അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മൂവിയായിരുന്നു. ദ വേ യു ബിഹേവ്ഡ് ഇൻ ദാറ്റ്. വെള്ളം, സണ്ണി, അമർ അക്ബർ ആന്റണി, ഓൾ ദീസ് മൂവീസ്. ഇതാണ് മൂവീസിൻ്റെ മെൻഷൻ. ഇനി ക്യാരക്ടേഴ്സിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഇയൂബിൻ്റെ പുസ്തകത്തിലെ റാവുത്തറിൻ്റെ ക്യാരക്ടർ, സച്ച് ഹെവി റോൾ, ലൈക്ക് ഭയങ്കര ഒരു മാസ് റോള്. ആടിലെ ഷാജി പാപ്പൻ ആൻഡ് പുണ്യാനൻ അഗർബത്തീസിലെ ജോയ്, ഇവരൊക്കെ ഭയങ്കര നമ്മുടെ മനസ്സിൽ തന്നെ കിടക്കുന്ന റോൾസാണ്. സോ വെൻ ഐ സെഡ് ഓൾ ദീസ് തിങ്സ് യു ക്യാൻ സീ ഇതിൽ ഒരു ക്യാരക്ടറും ലുക്ക് വൈസ് ബിഹേവിയർ വൈസ് ഒന്നും സിമിലർ അല്ല. ഹൗ ഡു യു ഡൂ ദിസ്? 100 സിനിമയിലും 100 രീതിയിലാണ് അഭിനയിച്ചു വെച്ചിരിക്കുന്നത്. How do you become these characters? Obviously. എന്തോ ദൈവാനുഗ്രഹം. But what is your process in preparing for a role? വേറെ ഒന്നുമില്ല. പേളി ഒരു ക്യാരക്ടർ വരുമ്പോഴത്തേക്കും ഇപ്പോൾ പേളിയുടെ ഒരു നേച്ചർ അല്ലേ പേളിക്ക് എന്ന് പറയുന്നത് പോലെ ഓരോ വ്യക്തികൾക്കും ഓരോ നേച്ചർ ഉണ്ടാവും. അത് നമ്മൾ ഡയറക്ടറോടോ അല്ലെങ്കിൽ റൈറ്ററോടോ ഡിസ്കസ് ചെയ്തിട്ട് നമ്മളത് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ നമ്മളതിനെ അങ്ങനെ എടുക്കുന്നു എന്ന് മാത്രം. സോ ഇതൊക്കെയായിരുന്നു നമ്മുടെ സിനിമയുടെ കാര്യങ്ങൾ. ആൻഡ് ഓൾസോ ഈ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ സുധീവാത്മികം, അതിലത്തെ ആ ലാംഗ്വേജ്, ആ ഡയലക്റ്റ് എങ്ങനെയാണ്? ഹൗ ഡിഡ് യു മാനേജ്?
ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് സത്യമായിട്ട് നമുക്ക് എവിടെ ഒരു ഇൻറ്റ്യൂഷൻ തോന്നും പേളി. ഇപ്പോൾ ഒരു സ്റ്റാമറിംഗ് ഉള്ളൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ലല്ലോ സ്റ്റാമറിംഗ് ഉള്ള ഒരാളെ എങ്ങനെയാണ് സ്റ്റാമർ ചെയ്യുന്ന ഒരാളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ എല്ലാം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ പേഴ്സണൽ മീറ്റിംഗ് ഉള്ള സമയത്തുള്ള ഇമോഷൻ അല്ലല്ലോ നമുക്ക് സിനിമയിൽ വേണ്ടത്. ഇപ്പം നമ്മളോട് നോക്കുമ്പോൾ വളരെ എന്താ പറയുക, വളരെ നല്ല ഡ്രസ്സ് ഇട്ട് ചിരിച്ച് അല്ലെങ്കിൽ ആ മൊമെൻറ്റിൽ ജയേട്ടാ എന്തുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം സംസാരിക്കും. അതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ആ ഒരു സൈഡ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഇയാൾ ഫ്രണ്ട്സിനെ കാണുമ്പോൾ എങ്ങനെയായിരിക്കും, ഇയാൾ ഫാമിലിനെ കാണുമ്പോൾ എന്താണ്, ഇയാൾ നെർവസ് ആകുമ്പോൾ എങ്ങനെയാണ്, ഒരു പുതിയൊരാളെ കാണുമ്പോൾ ചിലപ്പോൾ ഇയാൾ വേറെ രീതിയിലായിരിക്കും. അങ്ങനെ കുറേ അധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് പേരോട് സംസാരിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ബാക്കിയെല്ലാം എന്താ പറയുക, അവിടുത്തെ ഗിഫ്റ്റ് എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് ആടിലേക്ക് വരാം. ആട് എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്ന സമയത്ത് CD, DVD ഒക്കെ ഇറങ്ങിയപ്പം they started loving the movie, the first part. Second part ഇറങ്ങുമ്പം it had one of the highest openings for a Jayasuriya movie. So അതായിരുന്നു ആട് 2. Now after almost 9 years കഴിഞ്ഞിട്ട് ആട് 3 is coming. തിരിച്ചും ഈ ഒരു ഷാജി പാപ്പനിലേക്ക് കയറുമ്പോൾ ഒബ്വിയസ്ലി ആ മേക്ക് ഓവറൊക്കെ ഞങ്ങൾ വീഡിയോ കണ്ടിരുന്നു. താടി വടിക്കുന്നതും ആ മീശയും ആ മുണ്ടും ഒക്കെ കൊടുത്ത് സെറ്റിലേക്ക് പോയ ഫസ്റ്റ് ഡേ, വാട്ട് വാസ് യുവർ ഫീലിംഗ്? നമ്മൾ ഈ ഷേവ് ചെയ്യുന്ന സമയത്തും ഇതെല്ലാം ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളിൽ നിന്ന് നമ്മൾ മാറുന്നുണ്ട്. ഡ്രസ്സൊക്കെ ഇട്ട് കഴിയുമ്പോഴും നമ്മുടെ ആ ഫീലൊക്കെ ഉണ്ട്. എങ്കിലും നേരെയൊക്കെ ഇട്ട് ഇതൊക്കെ വന്ന് ഇപ്പൊ നരച്ചല്ലോ. അന്നേ നരയില്ലായിരുന്നോ? ഇത് ഇല്ല, നിര ഇട്ടതാ. ഇപ്പൊ നരയില്ല, ഇപ്പൊ ചെറുതായിട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഡൈ കമ്പനി തുടങ്ങേണ്ടി വരും. ഞാനാ ശ്രീനിക്ക് അടിച്ചു കൊടുക്കാം. ആണോ? ശ്രീനിയും പറഞ്ഞു തിരിച്ചു. എന്റെ ഞാൻ തൊടിപ്പിക്കില്ല, ഞാൻ പാർലറിൽ പോയി. തേങ്ങ കൊലയാണ്. അവിടുന്ന് വാക്കിംഗ് സ്റ്റിക്ക് മാറ്റി വെച്ചേക്ക. ഇതെങ്ങനെയുണ്ട്? നല്ലതല്ലേ? നല്ലതാ. ഇനി എണീക്കുമ്പോഴൊക്കെയാണ് രണ്ടുപേരൊക്കെ വന്നിട്ട് ആ പ്രായമൊക്കെ ആയി നമുക്ക് പുറത്തു പറയണ്ട. നടുവേദന. 2 പ്രസവം കഴിഞ്ഞപ്പോഴേക്കും അതറിയോ, എനിക്ക് പ്രസവമൊക്കെ കഴിഞ്ഞത് 2 കുട്ടികളല്ലേ? അയ്യോ എന്റെ മോള് അച്ഛോ ഞാനും അവള് വീട്ടിൽ വന്നിട്ടുണ്ട്. 2 കാണാൻ വേണ്ടിട്ട് എപ്പോഴും അവളും സാബുചേട്ടന്റെ പിള്ളേരും. അതെല്ലേ? അവര് പിള്ളേരുടെ കൂടെ. അല്ല, പേളിയുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിനകത്തുള്ള വേറൊരു ഫാമിലി അല്ലേ? അങ്ങനെയാണല്ലോ, സബ് ഫാമിലിയാണ്. അപ്പൊ അവളെ ഇടയ്ക്ക് വരും, എനിക്ക് നിവാരനെ കാണാൻ അല്ലെങ്കിൽ ഗെയിംസ് ആണ് അവര്. അതെ. അപ്പൊ ഞാനും പറയുമ്പോൾ ചോദിക്കും ട്യൂഷന് പോയൊക്കെ അല്ലെങ്കിൽ വന്നേനെ. അല്ലെ, അവള് ഭയങ്കര ടാലന്റ് കേട്ടോ വേദു. അപ്പോൾ പറഞ്ഞു വന്ന വെളിപ്പം സോറി കാര്യം അല്ല ഇതെവിടെ പോയി. ഓക്കെ. അപ്പോൾ അവൻ നിരയൊക്കെ ഇട്ട് വന്ന് ആ ഒരു മെൻ്റൽ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു ഇതിലേക്ക് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും പാപ്പൻ്റെ വേൾഡ് കാര്യങ്ങൾ, ഇനിയിപ്പോൾ അവരുടെ കൂടെ കുറച്ച് നാൾ അങ്ങനത്തെ ഒരു ഇതുണ്ട് കേട്ടോ. 2 രീതിയിലുണ്ടല്ലോ. ഒന്ന് നമ്മൾ പാപ്പനെ കാണുന്നതും ഞാൻ പാപ്പനെ കാണുന്നതും, ഒപ്പം പാപ്പൻ എൻ്റെ ഒരു വേൾഡ്, പുള്ളിയുടെ കൂടെയുള്ള ആളുകൾ, മറക്കലബു, ക്ലീറ്റസ്, മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു 2 തരം ഹാപ്പിനെസ് അതിനകത്തുണ്ടായിരുന്നു. ഞാനും അയാളുടെ വലിയൊരു ഫാനാണ്. അതെ. ആക്ച്വലി ജയേട്ടനല്ലേ ആ ലുക്ക് അവർക്ക് സജസ്റ്റ് ചെയ്തത്. ഇനിഷ്യലി ഡയറക്ടർ വാസ് നോട്ട് ഷുവർ അത് വേണോ, അത് കുറച്ച് ഓവർ ആണോ എന്നൊക്കെ അവർക്ക് തോന്നിയിരുന്നു. ആൻഡ് യു കൺവിൻസ് ദം ദാറ്റ് ഈ ലുക്ക് വിൽ ബി പെർഫെക്റ്റ്. അതെ, അത് കാരണം അത് ചില ക്യാരക്ടർ വരുമ്പോഴേക്കും നമുക്ക് തോന്നും ഇതായിരിക്കും കറക്റ്റ്. പിന്നെ അത് കഴിഞ്ഞാൽ മിഥുന് നിർബന്ധം ഉണ്ടായിരുന്നു, നിരയൊക്കെ വേണം എന്നുള്ള ലെവലിലൊരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ വെറ്റില ചവയ്ക്കുന്നതൊക്കെ ശരിക്കും യു ആർ ഡൂയിങ്. അതെ അതെ, പിന്നല്ലാതെ അത് ഷൂട്ടിന് മുൻപേ യു ആർ ഡൂയിങ്. പേളി ഒരു രക്ഷയില്ല. നമ്മുടെ ഒരു എന്ന് വെച്ചാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അല്ലേ. അപ്പോൾ ഒരു സീന്, ഒരു ഷോട്ട് അത് കഴിയുമ്പോഴത്തേക്കും നമ്മളത് തുപ്പിക്കളയും. വീണ്ടും ഇത് ഒരു 10-20-30 എണ്ണം ഡെയിലി നമ്മളിങ്ങനെ ചവച്ചിട്ടുണ്ടല്ലോ. നമുക്കൊരു രുചി ഉണ്ടാവില്ല, ഭക്ഷണം കഴിക്കാനായിട്ട് ഒന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് സരിത ചേച്ചിയിലേക്ക് വരാം. ബിക്കോസ് സരിത ചേച്ചി ഹാസ് നോട്ട് ജസ്റ്റ് ബിൻ എ വൈഫ്, ഷീ ഈസ് ബിൻ യുവർ ഫ്രണ്ട്, യുവർ മെന്റർ, യുവർ ബിഗസ്റ്റ് ചിയർ ലീഡർ, യുവർ സ്റ്റൈലിസ്റ്റ്. അത് പ്രേതത്തിലും ഷീ വാസ് യുവർ സ്റ്റൈലിസ്റ്റ്. അപ്പോൾ ഒരു പ്രാവശ്യം അന്നൊക്കെ വെൻ യു വാക്ക് ഇൻ ടു ദി സെറ്റ് ഞാൻ പറയും അയ്യോ അടിപൊളി ഔട്ട്ഫിറ്റ്. ബിക്കോസ് ഷീ വാസ് ദെയർ ഡിസൈനിങ് യുവർ ഔട്ട്ഫിറ്റ്. സെറ്റിൽ എപ്പോഴും സരിത ചേച്ചി ഉണ്ടാവും, ഇടയ്ക്ക് അമ്മ വരും ഫുഡൊക്കെ ആയിട്ട്. വി ഓൾ ഹാഡ് ഫുഡ്, നോ GP നമ്മളെല്ലാവരും. ടെൽ us about how beautiful your wife is to you as a person. ഒന്നാമത്തെ കാര്യം, നമ്മളൊക്കെ ഈ മിമിക്രി ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ വന്നതല്ലേ.
അപ്പോൾ അവൾക്കെന്ന് പറഞ്ഞാൽ കുറച്ച് വിവരമുള്ള കുട്ടിയാണ്. കാരണം ബാംഗ്ലൂരിലൊക്കെ പഠിച്ച് നമ്മളൊന്നും ചിന്തിക്കാത്ത ലെവലിലൊക്കെ പഠനമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള കുട്ടിയാണ്. പക്ഷെ അവർക്കും അബദ്ധം പറ്റും എന്നുള്ള കാര്യം മനസ്സിലായില്ലേ? അങ്ങനെ അബദ്ധമൊന്നുമല്ല, അങ്ങനെയൊന്നുമല്ല. അവർക്ക് both of you got lucky with each other. That's what I feel. I feel like, you know, when you love somebody, you love them for who they are, and both of you are like made for each other, because we know how you both are together. Because I think she knows what is right for you. I feel like she's your conscience keeper എന്നാണ് പറയാം. എങ്ങനെ നിങ്ങൾ മീറ്റ് ചെയ്തത്? That's what I അല്ല, അതായത് ഞാനൊരു പ്രോഗ്രാം ആങ്കർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. ടി വിയിൽ അത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ഷോ ആയിരുന്നു, ലൈവ് ഷോ ആയിരുന്നു. ആ സമയത്ത് തന്നെ ഞാൻ സൂര്യ ടി വിയിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുമായിരുന്നു. അപ്പോൾ അതിലേക്ക് സൂര്യ ടി വിയിലെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ട്രെയിനിൽ പോകുമായിരുന്നു. ഓക്കെ, ഈ സമയം തന്നെ ഇവളുടെ അമ്മൂമ്മയും അമ്മൂമ്മയുടെ മകൻ ട്രിവാൻഡ്രത്ത് താമസിക്കുന്നുണ്ട്, വിജയ് എന്ന പേര്. അപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ കൊച്ചിയിൽ നിന്ന് അമ്മൂമ്മ അങ്ങോട്ട് പോകും. അപ്പോൾ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഡെയിലി മിക്കപ്പോഴും ട്രിവാൻഡ്രത്ത് പോയി ഒരു ചായ തരുന്ന ഒരാളുണ്ട്, ശശി എന്നാ പേര്. അപ്പോൾ ശശിയായിട്ട് ഞാൻ ഭയങ്കര തൃശ്ശൂർക്കാരൻ, എന്തിട്ടാ എടാ എന്താ ഈ മറ്റേത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇവിടുത്തെ ഷോയ്ക്ക് പോവാടാ. ഒരു ദിവസം ശശി വിളിച്ച് വിളിച്ചത്, എടാ ജയ ഒരാൾ നിന്റെ നമ്പർ ചോദിച്ചുട്ടാ. ചാരടാ? ഒരു അമ്മുമ്മ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, അമ്മുമ്മയും കൊച്ചുമോളും നിന്റെ പ്രോഗ്രാം എറണാകുളത്ത് കാണാറുണ്ട് ഇത്ര. ഞാൻ പറഞ്ഞു സൂര്യയിലെ പ്രോഗ്രാം? സൂര്യയിലല്ലടാ, നീ എറണാകുളത്ത് പ്രോഗ്രാം അവതരിപ്പിക്കണ്ട ലൈവ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കാണാറുണ്ട് ഇത്ര, നിന്റെ വലിയ ഫാനാ, നമ്പർ കൊടുത്തോട്ടെ. അങ്ങനെ നമ്പർ കൊടുക്കുന്നു, ഞാൻ അമ്മൂമ്മയായിട്ട് സംസാരിക്കുന്നു. അമ്മൂമ്മ ഭയങ്കര കമ്പനി ആവുന്നു. പിന്നെ അവള് ചെറുത് 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവളുടെ അല്ല അനിയത്തി. ഇനി അമ്മൂമ്മയാണെന്ന് ചോദിക്കായിരുന്നു നന്നായി. അമ്മൂമ്മയോ 3ാം ക്ലാസ്സിലാ? സമാധാനായില്ലേ? അപ്പോൾ അങ്ങനെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനിയത്തി. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പറയുന്നുണ്ട് എനിക്കൊരു ചേച്ചിയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഇവളും പറയുന്നത് എൻ്റെ കൊച്ചുമോളുണ്ട്, അത് അവിടെ പഠിക്കണേ ബാംഗ്ലൂർ. അല്ലല്ല അതൊന്നുമില്ല, കുറച്ച് ഇതൊക്കെ അത്ര പ്രായമായിട്ടില്ല, അതായത് പ്രായമൊക്കെ ഉണ്ട്. പക്ഷേങ്കിലും പഠിക്കണേ അവിടെ ആ കൊച്ചുമോള് പഠിക്കുന്നുണ്ട്, അത് എന്തെങ്കിലും വരുമ്പോൾ ഞാൻ പരിചയപ്പെടുത്താട്ടോ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അമ്മയുണ്ട്, അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ സംസാരിച്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചുമോള് വന്നു, ഞാൻ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കൊച്ചുമോള് സംസാരിക്കുക. ഹലോ, ഞാൻ എന്താ പേര്? സരിത എന്നാണ്. ഓക്കെ ഓക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ പ്രോഗ്രാമൊക്കെ, എപ്പോഴും അമ്മമ്മയൊക്കെ പറയാറുണ്ട് പ്രോഗ്രാമൊക്കെ നല്ലതാണ്. ഞാൻ പറഞ്ഞു ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ ഭയങ്കര ഫ്രണ്ടായി മാറുന്നു. അങ്ങനെ ഫ്രണ്ടായി കഴിഞ്ഞ് എന്തും പറയാൻ പറ്റുന്ന ഒരു ഫ്രണ്ടാവുന്നു, ബെസ്റ്റ് ഫ്രണ്ട് ആവുന്നു. അപ്പോൾ ഞാൻ അവളോട് ചോദിക്കുന്നു, എടി എങ്ങനെയാണ് ഒരു നല്ല പെൺകുട്ടീനെ എങ്ങനെയാണ് വളയ്ക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് അവൾ ടിപ്സ് പറഞ്ഞു തരുന്നു. അത് ഞാൻ അവളിൽ തന്നെ പറ്റുന്നു, അവളറിയുന്നില്ല. അങ്ങനെ സെറ്റാവുന്നു. അത് കൊള്ളാട്ടോ, ടിപ്സ് അവിടെ തന്നെ എടുത്തിട്ട് അവിടെ തന്നെ. സിനിമയിൽ വരുന്നതിന് മുമ്പ് തുടങ്ങിയതാ. അങ്ങനെ സിനിമയിൽ വന്ന് ചതിക്കാത്ത ചെന്ന സമയത്ത് ഞാൻ ചതിക്കാത്ത ചെന്നു തെളിയിച്ചു. നല്ലൊരു ഡാർക്ക് സ്റ്റോറി, നല്ലൊരു സ്റ്റോറി. ഇടയ്ക്ക് ഒരു ഡാർക്ക് കേട്ട പോലെ സ്റ്റോറി. അപ്പൊ ഐ തിങ്ക് ആ ഒരു ഗ്രോത്തിന്റെ ടൈമില് ബിഗിനിങ് തൊട്ട് ഷീസ് ബിൻ വിത്ത് യു ടിൽ നൗ. ആൻഡ് സരിത ചേച്ചിയുടെ സ്റ്റൈലിംഗ്, അഗൈൻ മോസ്റ്റ് ഓഫ് ദ മൂവീസ് ദാറ്റ് യു ഡു സരിത ചേച്ചിയാണ് സ്റ്റൈലിംഗ് ചെയ്യുക. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ഹെർ സ്റ്റൈലിംഗ്? അല്ല, അത് ഒരു ക്യാരക്ടറിനനുസരിച്ച് അവൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. ഞാൻ കാരണം വീട്ടിൽ കാണിക്കുന്ന പ്രാന്തൊക്കെ കാണുന്നതല്ലേ അവള്. അപ്പോൾ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്യാരക്ടർ ഇങ്ങനെ ഇപ്പൊ പ്രേതത്തിന് ഈ പറഞ്ഞ പോലെ മുടി പഠിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അവള് പറഞ്ഞു ചെയ്യാവുന്ന ഇത് തലമുട്ടയടിക്കും. ഞാൻ അവളോട് പറഞ്ഞു എടി എനിക്ക് ഇങ്ങനെ അയാളെ തലയൊക്കെ മുട്ടയടിച്ചിട്ട് കാണാനാ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഇയാൾ കുറേ യാത്രയൊക്കെ ചെയ്തിട്ടുള്ള ആളായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു കോസ്റ്റ്യൂമും ലൈഫിനെ വളരെ സിമ്പിളായിട്ട് കാണുന്ന അല്ലെങ്കിൽ വേറൊരു ലെവലിൽ കാണുന്ന ഒരാൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഒന്ന് ഇഞ്ചെക്ട് ചെയ്തിട്ട് അവൾ പറഞ്ഞു എന്നാൽ പിന്നെ ഇങ്ങനത്തെ ഒരു സാധനം പിടിക്കാം, ഒരു ഈസി പോലത്തെ ഒരു പരിപാടി. അങ്ങനത്തെ ഒരു സാധനമാണ് അതിൻ്റെ കോസ്റ്റ്യൂം. ഞാൻ മേരിക്കുട്ടിയിൽ അവൾ തന്നെ എൻ്റെ കോസ്റ്റ്യൂംസ് ഒക്കെ സരിത തന്നെ. അതുകൊണ്ട് അടിപൊളി. അപ്പോൾ നല്ലൊരു കൈഡി കൊടുക്കാം. ആട് 3യിലും ഈ പറഞ്ഞ പോലെ പുതിയൊരു പരിപാടിയായിട്ട് വന്നേക്കണേ. ആട് ഫസ്റ്റില് വേറെ തരം കോസ്റ്റ്യൂം ആയിരുന്നു. ആട് 2 തിരിച്ചു കൊടുക്കുമ്പോൾ വേറെ കളർ മുണ്ട്, ബ്ലാക്ക് കളർ മുണ്ട്. 3ലും പുതിയൊരു പരിപാടിയായിട്ട് വന്നേക്കണം. അതുണ്ട്, ഇപ്പൊ തന്നെ ട്രെയിലർ വരുമല്ലോ. എനിക്ക് തോന്നുന്നത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ട്രെയിലർ വന്നിട്ടുണ്ടാവും. നാളെ വരുമല്ലോ. നാളെ വരും. അപ്പൊ ട്രെയിലർ എങ്ങനെയുണ്ടെടാ? ഇതോ അഭിനയിച്ച് മരിക്കുമല്ലോ, ഉഗ്രൻ ട്രെയിലർ അല്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പൊ എനിക്ക് എന്താ ഡ്രസ്സ് എനിക്ക് പറഞ്ഞാ അത് ഞാൻ ഫോട്ടോ കാണിക്കാം കുറച്ച് കഴിയുമ്പോൾ. അപ്പൊ ഞാൻ അഭിനയിക്കട്ടെ? ട്രെയിലർ ഇറങ്ങിയല്ലോ. ട്രെയിലർ ഇറങ്ങിക്കഴിഞ്ഞു? മൊബൈലില്ലല്ലോ.
ഞാൻ കാണിച്ചു തരാം കുഴപ്പമില്ല. എന്താന്ന് പറഞ്ഞാൽ മതി, വിഷ്വലി ഞാൻ കണ്ടോളാം. ഒത്തുമില്ല, വേറെ കൈൻഡ് ഓഫ് സാധനം ഞാൻ കാണിച്ചു തരാം. നമുക്കിനി കുറച്ച് ലൈറ്റ് ആക്കാം. മൈജി പ്രസൻസ് പേർലിമാണി ഷോ ഇൻ അസോസിയേഷൻ വിത്ത് അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നമ്മൾ ജയേട്ടൻ്റെ കൂടെ ഇരിക്കുകയാണ്. ആട് 3യുടെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ആട് 3 എന്നാണ് റിലീസ് ഡേറ്റ് എന്ന് ജയേട്ടൻ തന്നെ പറഞ്ഞോളൂ. ആട് 3 റിലീസ് ഡേറ്റ് മാർച്ച് 19-ാം തീയതിയാണ്. എനിക്ക് ടിക്കറ്റ് ഒക്കെ തരില്ലേ? പിന്നെ വിളിച്ചെങ്കിൽ തീർച്ചയായിട്ടും തരും. ഫസ്റ്റ് ഷോ കാണണം, പേപ്പറൊക്കെ കീറി ഇങ്ങനെ വലിച്ചെറിഞ്ഞ് ആ ഒരു മൂഡ്, അങ്ങനത്തെ ഒരു സിനിമ ആണല്ലോ ആട് 3. ഇറ്റ്സ് എ സെലിബ്രേഷൻ. ഇനി നമ്മൾ കളിക്കാൻ വന്ന ഒരു ഗെയിമാണ്. ഇതിനകത്ത് ഇങ്ങനെ ഒരു ബൗളില്, ഇത് ജയേട്ടന്റെ ബൗൾ, ഇത് എന്റെ ബൗള്, ഇതിൽ രണ്ടിലും എന്തൊക്കെയോ ടാസ്ക് ഇവർ എഴുതിയിട്ടുണ്ട്, എനിക്കറിയില്ല എന്താന്ന്. പക്ഷെ നമ്മൾ തുറന്നു നോക്കുന്നു, ആ ടാസ്ക് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. നല്ലൊരു കയടി. ആദ്യം ജയേട്ടൻ തുടങ്ങാം, ബിക്കോസ് ലേഡീസ് അങ്ങനെയല്ലല്ലോ. നോക്കാം, ഇത് ധൈര്യം ഉണ്ടാവണല്ലോ, അപ്പൊ ആണുങ്ങൾ ഫസ്റ്റ്. തുടങ്ങിക്കോളൂ പ്ലീസ് പ്ലീസ്. പേളി ഇത് തന്നെ ചെയ്തോണ്ടിരിക്കുന്ന ആളാണ്. നോക്കൂ, അത് സിമ്പിൾ ആയിരിക്കും. ഞാൻ കണ്ണടച്ച് അത് തന്നെ എടുക്കാം. ഒരു മൃഗത്തെ അനുകരിച്ച് കാണിക്കുക. പൊളി, അത് കൊള്ളാലോ. ഏതൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആണല്ലോ അത് ചെയ്തേക്കണം. കൊള്ളാം. ചെയ്യൂ. അപ്പം മിമിക്രി, അയ്യോ, ഒരു ഗുരുയുടെ മുമ്പിലൊരു സാരമില്ല, ചെയ്തോളൂ. ഗുരു ആശീർവദിക്കണം. നോമൊരു പട്ടിയാവാൻ പോവുകയാണ്. ചെയ്തോളൂ. എങ്ങനത്തെ പട്ടി വേണം ഗുരു? അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളത് ഒരു സിറ്റുവേഷൻ തരൂ, ആ പട്ടി അതിനനുസരിച്ച് കുരയ്ക്കുന്നതായിരിക്കും. ആണല്ലേ? രാത്രി കുരയ്ക്കുന്ന പട്ടി വേണ്ട, വിശന്നിട്ട് കരഞ്ഞോളൂ. അല്ല കുഴപ്പമില്ല, സാധാരണ പോലെ. മൂഡ് ഇങ്ങനെ മാറ്റം, അതിനനുസരിച്ച് മാറും. ആദ്യം ഇങ്ങനെ കുരയ്ക്കാണ്. ഒരു പട്ടി, ഒരു സാധാ പട്ടിയാണേ. ഈ മൂൺ, മറ്റേ ഫുൾ മൂൺ തന്ന് ഈ പട്ടി എങ്ങനെ വരയ്ക്കണം നോക്കാം. ഇനി വിശന്നിട്ട് കരയൂ. വിശന്നിട്ട് കരയൂ. അടിപൊളി. ഇനി ഞാൻ കുരച്ചോണ്ടിരിക്കുമ്പോ എന്റെ മേളിലൊരു കല്ലെറിയണം. ഗുരു തകർന്നു പോയി. ഗുരുവിന് ഇത്ര നന്നായിട്ട് ചെയ്യാൻ അറിയില്ല. അടിപൊളിയാ. താങ്ക്സ്. ഇതൊക്കെ ഞാൻ കുറെ നാളായിട്ട് ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുന്നതായിരുന്നു. സത്യം പറ, ഇത് പറഞ്ഞു എന്നിട്ട് അതിനു മുമ്പ് ഇവർ എഴുതിയതാണ്, എനിക്കറിയില്ല. ഇനി അതിന്റെ അകത്തുള്ള കട്ട് അതൊന്നും നീ എഴുതല്ലേ. ഒരു കാര്യം ചെയ്യും, ആ പട്ടിയുടെ എഴുതി വെക്കേ. അതൊക്കെ ഞാൻ അത് മാത്രം എനിക്ക് അറിയുള്ളൂ. ഇല്ല, ഇത് ഇവർക്ക് അറിയാം ഞാൻ വരയ്ക്കുന്നു. അത് അവരുടെ അടുത്തല്ലേ ശമ്പളം വൈകുമ്പോ. എടുത്തേ നല്ലപോലെ. അയ്യോ, ഇത് പറഞ്ഞ താഴെ വീണു. അപ്പൊ അതാണ് മെന്റ് ഫോർ യു. നോക്കാം, ഇതിന്റെ കുറച്ചും കൂടി സിമ്പിൾ ആയിരിക്കും തോന്നുന്നുണ്ട്. ഇതെടുത്തോട്ടെ. അതെടുത്ത ഭയങ്കര സീനാട്ടോ. ഡാൻസ് കളിക്കുന്നൊക്കെ ഉണ്ടാവും. പേളി എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്ന ഒരു മെമ്മറി. എന്ത് സിമ്പിളാണോ അത്. വളരെ സിമ്പിൾ, പക്ഷെ എന്നെ കുഴപ്പിച്ചിട്ട് ഭയങ്കര നല്ല മെമ്മറിയാണ്. ചങ്ങലയുടെ ശബ്ദം, സോറി, അതല്ല കേളി, സോറി, ഇല്ല, പേളി എന്ന പേരായിരിക്കും. എനിക്ക് എപ്പോഴും എനിക്ക് പ്രേതം ഓർമ്മ വരും, സത്യമായിട്ട് ഓർമ്മ വരും. അത് സിനിമയാണ് ഉദ്ദേശിച്ചത്. അല്ല, പിന്നെ ഓഫ് കോഴ്സ് ഈ ഷോ വരും, പക്ഷെ ആദ്യം എനിക്ക് പ്രേതത്തിന്റെ ആ മെമ്മറീസ് ആണ് എനിക്ക് പോവാ. അതില് നമ്മൾക്കൊരു there was a scene, എന്നെ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് എൻ്റെ മൈൻഡ് റീഡ് ചെയ്യുന്ന ഒരു സീൻ. അത് ഞാൻ ഭയങ്കരമായിട്ട്, എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ പറഞ്ഞു, എടാ ആദ്യം ഇത് എങ്ങനെ ഞാൻ ജയേട്ടൻ്റെ കൂടെ ഫേസ് ടു ഫേസ് നിൽക്കുന്ന ഒരു സീനാണ് അത്. അല്ല, യു ആർ ലൈക്ക് പെർഫോമിങ് സോ വെൽ. എനിക്കാണെങ്കിൽ എന്താ ഇവിടെ ചെയ്യുക, ഐ വാസ് സോ നെർവസ്. പക്ഷെ വി ഡിഡ് ദാറ്റ് സീൻ. പക്ഷെ ശരിക്കും മെന്റലിസം പഠിച്ചായിരുന്നു, അത് ചുമ്മാ അഭിനയിക്കുകയായിരുന്നു. അത്യാവശ്യം പഠിച്ചു. അത്യാവശ്യം ചെറിയ തോതിലുള്ള എന്തെങ്കിലുമൊക്കെ ട്രിക്കൊക്കെ പഠിച്ചാലേ നിൽക്കാൻ പറ്റുള്ളൂ. കെൻ യു ട്രൈ എന്നെ ഒന്ന് മെന്റലിസ്റ്റ് ആക്കുമോ? അല്ല, അങ്ങനെയല്ല, അങ്ങനെ നമുക്കൊന്ന് എന്നെ ഒന്ന് എന്തെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. നോക്കട്ടെ, ചോദിച്ചോളൂ. ദൈവമേ, ഇതിപ്പോ ഇന്ത്യൻ തുലൈക്കാച്ചി എക്സ്ക്ലൂസീവ് മുതലാണ് ജയേട്ടൻ എന്നെ ഒരു മെന്റലിസ്റ്റ് ആക്കാം. മെന്റലിസ്റ്റ് എങ്ങനെ പറയാത്? മെന്റലിസത്തിലൂടെ എന്റെ തലയിൽ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ നല്ലൊരു കൈയടി കൊടുക്കാം. അതായത് ആദ്യം തന്നെ എല്ലാം പറഞ്ഞല്ലോ, ഇനിയിപ്പോ ചെയ്തല്ലേ പറ്റുള്ളൂ അല്ലേ? ഇല്ല, ചെയ്തത്. ഈശ്വര.
ചുമ്മാ അതൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഞാനിത് ചുമ്മാ ഞാൻ ട്രൈ ചെയ്യാം. strict ആയിരിക്കും. ഞാൻ അങ്ങനെ Strict വിട്ട് ആയിരിക്കും. തരില്ല. തരില്ല. ഓക്കെ ശരി. മൊബൈലുണ്ടോ? മൊബൈൽ എന്താ ഗൂഗിൾ ചെയ്യണം? താ നമുക്ക് എനിക്ക് നോക്കാം. mobile സ്വന്തം ഇല്ല. മൊബൈൽ എവിടെ? iPad മതിയോ? ഇത് ആരുടെ മൊബൈലാ? എൻ്റെ തന്നെ. ഈശ്വര, ഇത് ഞാനിത് നോക്കാം. ആ, ഇത് പേളിയുടെ മൊബൈലാണ്. അതെ. ഓക്കെ, ഇതിനകത്ത് അയ്യോ പാസ്വേഡ് ഉണ്ടല്ലോ. ശരി, പാസ്വേഡ് കണ്ടുപിടിക്കാൻ നോക്കട്ടെ. ചുമ്മാ എനിക്കത് ട്രൈ ചെയ്യട്ടെ. മാറ്റാൻ ഇഷ്ടമല്ല, എനിക്കത് പിന്നെ മറന്നു പോകുന്നേ. ശരി, ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ, വെറുതെ ട്രൈ ചെയ്യാം. ഇത് പെർഫെക്റ്റ് ആയില്ലേ കട്ട് ചെയ്യണേ. എന്നിട്ട് നമുക്ക് ശരിയാകുന്ന എക്സ്പ്രഷൻ നേരത്തെ കൊടുത്തില്ലേ അതുപോലെ നമുക്ക് കൊടുത്ത് ചെയ്യാട്ടാ. പ്ലീസ് എന്നെ രക്ഷിക്കണേ. ഓക്കെ, ഇതിൻ്റെ പാസ്വേഡ് ഇത് എനിക്കിത് അറിയില്ല. പേളിക്ക് ആരൊക്കെ അറിയാമെന്ന് എനിക്കറിയില്ല. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ഇത് ഞാൻ ചുമ്മാ ട്രൈ ചെയ്ത് നോക്കാം. ദൈവമേ, എല്ലാ ഗുരുക്കന്മാരും ആദ്യമൊക്കെ എന്നെ പെടലിട്ട് അടിക്കും. ഓക്കെ, നോക്കാം. ഇതൊന്ന് ചുമ്മാ ചെയ്ത് നോക്കാം, ശരിയാവുമെന്ന് അറിയില്ല. പേളി കണ്ണ ഞാനെന്താ ചെയ്യണ്ടേ? ഇതിൻ്റെ തെറ്റിപ്പോണേന്നാ. അതായത് ഇത് മനസ്സിൽ ഇതിൻ്റെ പാസ്വേഡ് ഇതൊന്ന് വെറുതെ ഒന്ന് മനസ്സുകൊണ്ടൊന്ന് റിപ്പീറ്റ് ചെയ്യും. ഇത് വേറെ ആർക്കും അറിയില്ലല്ലോ. എനിക്കറിയില്ല എന്തായാലും. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫോൺ എടുക്കണേ. ശരിയല്ലേ? എന്തെങ്കിലും എഫക്റ്റ് കാണിക്കുമെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ്. ഇത് ശരിയാവുമെന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് നോക്കാം. ഇതിൻ്റെ പാസ്വേഡ് ഒന്ന് മനസ്സിലൊന്ന് റിപ്പീറ്റ് ചെയ്യാം. 4 ഡിജിറ്റാണ് അല്ലേ? അതെ, 4 ഡിജിറ്റ് കണ്ടു മാറി. അത് വലിയ മെന്റലിസം വേണ്ട. അതേ തകർന്നു പോയി. 4 ഡിജിറ്റാണ്. അതെ, അവിടെ തന്നെ തുറന്നു കഴിഞ്ഞാൽ ഇത് കാണാം. ഓക്കെ, അതിൽ എഴുതിയിട്ടുണ്ട് 4 ഡിജിറ്റ്. എന്നിട്ട് അതിന്റെ റിയാക്ഷൻ ഭീകരമായി പോയി. ഓക്കെ, നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ചിന്തിച്ചോണ്ടിരിക്കുക. തെറ്റിച്ചൊന്നും ചിന്തിക്കാം. ഇല്ല, കറക്റ്റ് ആയിട്ട്. ഒരു മിനിറ്റ്, ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. നമ്മൾ അല്ല അങ്ങനെയല്ല ചിന്തിക്കുമ്പോൾ ഇപ്പം ഡബിൾ അങ്ങനെയൊക്കെ ചിന്തിക്കണോ അതോ ഇങ്ങനെ സിംഗിൾ ആണ് അങ്ങനെ ചിന്തിക്കണോ അല്ലേ? അതായത് ഇപ്പം 4 ആണെങ്കിൽ 444 അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ 44 അങ്ങനെ ചിന്തിച്ചാൽ വളരെ ഉപകാരമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വായിക്കാൻ ഈസി ആയിരിക്കും അല്ലേ? നോക്കാം. ഓക്കെ, ഓരോന്നായിട്ടെ. 6 എന്താ പറഞ്ഞത്? 6 അല്ലേ? ഒന്നും കൂടി. വീണ്ടും 6 തന്നെയാണ്. ഓക്കെ, 6. ഓക്കെ ആണോ? ഇനി അക്കൗണ്ടൊക്കെ ബ്ലോക്ക് ചെയ്ത് ഇനി കണ്ണി നോക്കി മിണ്ടാൻ നിൽക്കണ്ട. എന്റെ ATM കാർഡ് എല്ലാ പാസ്വേഡും പാറ്റിക്കോ. കള്ളരുടെ വീട്ടിൽ കയറ്റിക്കിട്ടേ. எப்படி சார் நீங்க ரொம்ப நல்லவங்க சார். താങ്ക് യു. നല്ലൊരു കൈഡി കൊടുക്കണം. അപ്പൊ കാര്യമായിട്ട് പഠിച്ചൂല്ലേ? അന്ന് പഠിച്ചിട്ടുണ്ട്. അന്ന് ആദ്യം GPയുടെ ഗേൾ ഫ്രണ്ടിന്റെ പേരൊക്കെ ഗസ് ചെയ്തിട്ട് പറഞ്ഞില്ലേ? എന്നിട്ട് രവികുമാർ എന്ന് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു അതെന്ത് പേരാ? അല്ല, അതാണ് അവൻ ചിന്തിച്ചത്, തമാശക്ക് ചിന്തിച്ചത്. അവൻ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരാ ചിന്തിച്ചത്. അവനന്ന് സിംഗിൾ ആയിരുന്നേ. എന്താ അല്ലേ? എനിക്കും ആവണം ഇങ്ങനെ മെന്റലിസ്റ്റ്. ഞാൻ ഇതിന്റെ ഒരു അത് ഇത് പറഞ്ഞ പോലെ മറ്റേ സാധനം എന്താ ഓർക്ക പറയുന്നത്? അതെന്തായിരുന്നു ഡയലോഗ്? തുളക്കാച്ചി. ഇന്ത്യൻ തുളക്കാച്ചിയിൽ ഇത് ഈ ഷോയ്ക്ക് എൻഡിൽ ഞാനിത് സീക്രട്ട് പറഞ്ഞുതരും. സിഗരറ്റാ? ഇതിന്റെ സീക്രട്ട് ഞാൻ ഇത് ഞാൻ അല്ല സീരിയസ്ലി ഞാൻ പറയാം, ഞാൻ പഠിപ്പിച്ചു തരും. എനിക്ക് പഠിപ്പിച്ചു തരണം. സീരിയസ്ലി ഞാൻ പറയാം, ഞാൻ പഠിപ്പിച്ചു. എല്ലാവരും നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വേണ്ട ഇതിന്റെ സീക്രട്ട്. ശരി, ദൈവമേ, ഇന്ന് മെന്റലിസ്റ്റുകാരെ എന്നെ കൊല്ലുന്നറിയില്ല, പക്ഷെ എങ്കിലും ഞാനിത് ഞാൻ റിവീൽ ചെയ്യാം. ഓക്കെ, ആർ യു റെഡി? യെസ്. ഇങ്ങനത്തെ ഒരു ഇന്റർവ്യൂ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ. ജയസൂര്യയെ ഒരു പാട്ട് പാടി ഇംപ്രസ് ചെയ്യുക. പ്ലീസ്. ഇതെല്ലാം അറിയാവുന്ന പരിപാടിയാണ്. എന്നിട്ട് ഒരു പാട്ട്. ശാസ്ത്രീയ സംഗീതം വേണോ? ശാസ്ത്രീയ സംഗീതം വേണ്ട, സംഗീതം ആയാൽ മതി. എന്തെങ്കിലും ഇഷ്ടമുള്ള പാട്ട്. ഇത് ഞാൻ വെറുതെ പാടാൻ പോട്ടാ.
കണ്ണടച്ച് പാടും. എനിക്ക് കണ്ണടച്ചാലേ എനിക്ക് ചമ്മൽ മാറുള്ളൂ. ഓക്കെ ശരി. കുറച്ച് കഴിയുമ്പം ധൈര്യം വരുമ്പോൾ കണ്ണ് ഉറക്കും. ഇല്ല കുഴപ്പമില്ല. അല്ല സീരിയസ്ലി ആണ് പാടി. ഓക്കെ ഒരു മിനിറ്റ്. ഞാനൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. പുളിമാവൻ കൊമ്പിൽ മേലെ കയറിയപ്പോൾ എൻ്റെ കരളിൽ കടിച്ചതെന്റെ കട്ടുറുമ്പേ എടി കട്ടുറുമ്പേ പണ്ടേ പറഞ്ഞതല്ലേ തീയാണ് നെഞ്ചിലെന്ന് ഊതിപ്പെരുപ്പിക്കാതെ പോയേടി നീ എടി കട്ടുറുമ്പേ. നിങ്ങളുണ്ടല്ലോ ഞാൻ രാവിലെ ഇത് കേട്ടതാ. ഭയങ്കര ബ്രില്യൻ്റ് Brilliant ആയിട്ടുള്ള ബ്രില്യൻ്റ്. എൻ്റെ സ്കൂളിൽ ഒരുത്തനുണ്ട്, അവൻ എല്ലാം പഠിച്ചിട്ട് വരും. എന്നിട്ട് പറയും, എടാ ഞാൻ ഒന്നും പഠിച്ചിട്ടൊന്നും ഇല്ലടാ. അപ്പം നീ ഒന്നും പഠിച്ചില്ല. ഞാൻ ഇന്നലെ ഫുൾ ടൈം കളിക്കായിരുന്നു. എടാ പരീക്ഷയല്ലേ, പരീക്ഷ ആണെങ്കിൽ എന്താ, ഞാൻ ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല. എന്നിട്ട് അവൻ്റെ കേട്ട് ഞാൻ അതുപോലെ ചെയ്തിട്ട് ഞാൻ തോക്കും, അവൻ ജയിക്കും. ഈ ട്രിക്ക് എത്ര കൊല്ലമായിട്ട് കയ്യിലുണ്ട്? ഞാൻ പഠിക്കില്ലായിരുന്നു, അതിൽ ഞാൻ ശരിക്കും പഠിക്കില്ലായിരുന്നു. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ പഠിച്ചു. അങ്ങനെയല്ല, ഇത് ഞാൻ അറിയാതിരിക്കാൻ പറ്റില്ല. ഇത് പാട്ട്. നിങ്ങൾ ആരൊക്കെയാണ്? ഞാൻ ആരൊക്കെ മുമ്പിൽ ഇരിക്കണത്? പാട്ട്, ഡാൻസ്, അഭിനയം, പിന്നെന്താ മിമിക്രി, യൂട്യൂബർ. ഓഹ് മൈ ഗോഡ്. പിന്നെ ഐ ഓൾസോ ലൈക്ക് ഡൂയിങ് മേക്കപ്പ്. പിന്നെ മേക്കപ്പ് അതുകൊണ്ട് പിന്നെ കൊച്ചുണ്ടാക്കും. 2 എണ്ണം ഉണ്ടാക്കി. ഒറ്റയ്ക്കോ? ഒറ്റയ്ക്കല്ല, ശ്രീനി ഒന്ന് സപ്പോർട്ട് ചെയ്തു. അതാണ് സഹായത്തോടെ. ശരി ജേട്ടാ അടുത്തേക്കും. ജേട്ടനെല്ലാം ഈസി ആണല്ലോ വരുന്നത്, കുറച്ച് ടഫ് വന്നിരുന്നൊക്കെ ഉള്ളായിരുന്നു. ശ്രീനിക്ക് ഒരു അവാർഡ് കൊടുക്കണം. അങ്ങനെ എന്റെ മനസ്സിലുള്ള പെട്ടെന്ന് വന്നു പോയതാ. പെട്ടെന്ന് ഒരു നടനെ അനുകരിച്ച് കാണിക്കുക. ഇതും പ്രിപ്പയർഡ് ആയിട്ടല്ലേ വന്നത്. പിന്നെ ഇത് ക്വസ്റ്റ്യൻ ഞാനിങ്ങനെ എനിക്ക് അയച്ചു തന്നിരുന്നല്ലോ കുറച്ച് മുമ്പ്. കുറേ നാളായി ചെയ്തിട്ട്. ജയറാമേട്ടൻ ചെയ്തത് കണ്ടായിരുന്നു, സുരേഷ് ചേട്ടന് നന്നായിരുന്നു. ഐ തിങ്ക് ഇറ്റ് വാസ് ബ്രില്യന്റ്. അതുപോലെ നമുക്ക് ചുമ്മാ ഇതുപോലെ തന്നെ ചുമ്മാ ചോദ്യം ചോദിക്കണേ. വിളിച്ച് ജഗതി ചേട്ടനാണ് ഇന്റർവ്യൂവിൽ വന്നിരിക്കണേ, നോക്കാം. അയ്യോ ജഗതി ചേട്ടനോ? അപ്പൊ അതുപോലെ ശരിയാകുമെന്നൊന്നും അറിയില്ല കേട്ടോ, നമുക്ക് നോക്കാം. ഓക്കെ നോക്കാം. ചുമ്മാ ചോദിച്ചു എന്തെങ്കിലുമൊക്കെ ചോദിക്കണേ. ജഗതി ചേട്ടാ, ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് യോഴ്സ്. വളരെ സന്തോഷം. ഞാൻ പേളിമാണിയുടെ ഷോസ് കാണാറുണ്ട്, വളരെ രസമാണ്. ആളുകളെ ഭയങ്കരമായിട്ട് എൻഗേജ് ചെയ്യിക്കാനുള്ള കഴിവ് പേളിമാണിക്കുണ്ട്. താങ്ക് യു. ഇതെല്ലാം സ്വന്തമാണോ അതോ വാടകയാണോ? ഇതൊക്കെ സ്വന്തമാണ്. ഇത് തിരിച്ചു കൊടുക്കേണ്ടി വരും. തിരിച്ചു കൊടുക്കുമ്പോ കല്ലുകൾ പൂർണ്ണമായിട്ടുണ്ടാകുമോ അതോ എല്ലാം എടുത്തു വെച്ചിട്ടാണോ കൊടുക്കുന്നത്? ഇല്ല ഇല്ല, എനിക്ക് കിലുക്കം സിനിമ ഭയങ്കര ഇഷ്ടമായിരുന്നു. വളരെ സന്തോഷം. എനിക്കും ഇഷ്ടമുള്ള കഥാപാത്രമാണ്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ഏതായിരുന്നു? അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ എന്ന് പറയുന്നത് കൊരങ്ങ. അത് വേറെ ഉണ്ട്, അത് എന്നെ വിളിച്ചതിനാണ്. അതെനിക്ക് മനസ്സിലാവും. വെച്ച കോഴിയുടെ മണം നന്നായിട്ട് വെക്കുന്നുണ്ട് പാര. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അതില് ഐ ഡോണ്ട് നോ മുജെ മാലു മുജെ നഹി മാലു. ആ സാധനം എനിക്ക് വളരെ പ്രിയൻ വളരെ ഗംഭീരമായിട്ട് അത് ചെയ്തുകൊണ്ടിരുന്നപ്പോ തന്നെ ചിരിച്ച ഒരു ക്യാരക്ടറാണ്. അതെ. മൈ ഗോഡ്, വോയിസും ആറ്റിറ്റ്യൂഡും എല്ലാം എനിക്ക് ശരിക്കും കുറച്ചു നേരം ഇവിടെ ജയിച്ചായിട്ട് ഇരുന്ന പോലെ. താങ്ക് യു സോ മച്ച്. ഗിവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. താങ്ക് യു സോ മച്ച്. ഇത് നമുക്ക് ഫൈനൽ ആണേ. ഇതോടെ നമുക്ക് ഗെയിം അവസാനിപ്പിക്കാം. ശരി. ഒരു പ്രോഡക്റ്റ് ജയസൂര്യക്ക് വിൽക്കണം. തരൂ. എന്താ വിൽക്കേണ്ടത്? ഇതൊരു പ്രോഡക്റ്റും റെഡിയാക്കി വെച്ചിട്ടുണ്ടോ? ചെടിയാ ഇത്, ഞാൻ വിൽക്കണമെന്ന്. എനിക്ക് വേണ്ട ഇത്. ഇവിടെ ഇത് പറയാതിരിക്കാൻ ഇത് ഇവിടെ ഉള്ളതാ നല്ലത് ചേട്ടാ. അല്ലെങ്കിൽ ഇതിന് എന്തോന്നത്, വല്ല ഐപാഡോ വല്ല മൊബൈൽ ഫോണോ ആയിരുന്നെങ്കിൽ എത്ര നന്നായി. ചേട്ടാ ഇത് വാങ്ങിക്കണം ചേട്ടാ. എനിക്ക് വേണ്ടത്. ചേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ആട് സെറ്റില് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ചെടി ബാക്കിൽ വെച്ചാൽ സെറ്റിന്റെ ഭംഗി കൂടും. കാര്യം പറയട്ടെ. നേരത്തെ പറഞ്ഞിട്ട് എന്തോ ഇവിടെ കൊണ്ട് വെച്ചിരുന്ന നന്നായെന്ന്. ഈ സാധനം ഇവിടെ ഉണ്ട്, നാഷണൽ അവാർഡ്. ഇത് ഇവിടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇത് നോക്ക്. അയ്യോ പേടിക്ക് കൊമ്പ് വന്നല്ലോ, നോക്ക്. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് വന്നാലും നമ്മൾ തരണം ചെയ്യണം. ബിക്കോസ് ഈ കാക്ടസ് ചെടിയുടെ ഒരു ഇതെന്ന് വെച്ചാൽ മരുഭൂമിയിൽ വളരുന്ന ഏക ചെടി ഇതാണ്. ഇതിന് വെള്ളം വേണ്ട, നിങ്ങൾ വെള്ളം ഒഴിക്കേണ്ട, നിങ്ങൾക്ക് ബിസി ആയിട്ടുള്ള ലൈഫിന് പറ്റിയ ചെടിയാണിത്. മറ്റേത് ചെടി എടുത്താലും അത് വാടിപ്പോവും. ഇത് പ്ലീസ് ചേട്ടൻ ഒന്ന് വാങ്ങണം. 365 രൂപയേ ഉള്ളൂ. ഡിസ്കൗണ്ട് കഴിഞ്ഞ് 300 രൂപയ്ക്ക് ഞാൻ തരാം. ജേട്ടനായതുകൊണ്ട് ഞാൻ ഫ്രീ ആയിട്ട് തരാം, വാങ്ങിക്കണ്ട. നന്നായി. എൻ്റെ ദൈവം. താങ്ക് യു. തിരിച്ചെടുത്തു. എന്തൊക്കെ ക്വസ്റ്റ്യൻ ആണ് എഴുതി വെച്ചേക്കുന്നത്.
വാഴ മതിയായിരുന്നു. താങ്ക് യു സോ മച്ച്. സോ ഈ ഗെയിം നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. അടിപൊളി ഗെയിം ആയിരുന്നു കേട്ടോ. എടുത്താ അല്ലേ ചുമ്മാ നോക്കി. എടുത്തോ. ഓ അടിപൊളി. എന്താ അത് ജയസൂര്യക്ക് ഈ ഐപാഡ് കൊടുക്കണം. അത് മാറ്റി വെച്ചേക്കാണല്ലേ? ശരി, അങ്ങനെയൊക്കെ നീ എഴുതിയാടാ. താങ്ക്സ് ഏട്ടാ. പോകുമ്പോ തന്നെ മൈജി പ്രസൻസ് പേർലിമാനി ഷോ ഇൻ അസോസിയേഷൻ വിത്ത് അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നമ്മുടെ കൂടെ ഉള്ളത് ജയേട്ടനാണ്. ജയേട്ടാ, ഐ വോണ്ട് ആസ്ക് യു സംതിങ്. ഇപ്പം മലയാള സിനിമ എന്ന് പറയുമ്പോൾ ഗ്ലോബലി ഭയങ്കര അക്സെപ്റ്റൻസ് കിട്ടിയിരിക്കുന്ന ഒരു സമയമാണ്. ഒരു സിനിമ ഇറങ്ങുമ്പോൾ ആദ്യം അത് കാണുന്നത് മലയാളികളൊക്കെ ആണെങ്കിലും, പക്ഷെ അതിനേലും നോക്കി കാണുന്നത് ഓൾ ഓവർ ദ വേൾഡ് നോൺ മലയാളീസ് ആണ് മലയാളം സിനിമ ഇത്രയും ഇഷ്ടത്തോടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ ആട് 3 റിലീസാകുമ്പം what is your expectation? How do you think this will cater to a non-Malayali? ആക്ച്വലി ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആഫ്റ്റർ കോവിഡ് ആണെന്ന് തോന്നുന്നു ഈ ലോകത്തേക്ക് നമ്മുടെ മലയാള സിനിമ കൂടുതൽ കണ്ടു തുടങ്ങിയെന്ന്. അല്ലാതെ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ടാവും, പക്ഷെ കൂടുതലായത് ഈ കോവിഡിന് ശേഷം തന്നെയാണ് അല്ലേ? അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോഴും പറയുന്നുണ്ട് ഉങ്ങളോട് ആട് പാത്തിരിക്ക എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ സിനിമകൾ കാണുന്നുണ്ട്. പക്ഷെ ഈ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ ഈ കോവിഡിന് ശേഷം ഞാൻ അങ്ങനെ അധികം സിനിമ ചെയ്തിട്ടില്ല. 4 വർഷമായിട്ട് ഞാൻ സിനിമ ചെയ്തിട്ടില്ല. അപ്പോൾ പടം ഇപ്പോൾ റിലീസായല്ലോ. എൻ്റെ മോള് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ ഒരു പടം റിലീസായത്. ഇപ്പോൾ 8ാം ക്ലാസ്സിലായി. ഞാൻ എന്നിട്ട് ലുലുവിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് മോളെ അച്ഛൻ്റെ ഫ്ലെക്സ്, അച്ഛൻ സിനിമയിലെ അപ്പൊ അവൾക്ക് ഭയങ്കര സീരിയസ്ലി കാരണം വെച്ചാൽ 4 വർഷമായില്ലേ പടം ഇറങ്ങിയിട്ട്. എന്താ ചെയ്തോണ്ടിരുന്നത് ആ പടം അല്ലല്ല അതെന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല. അല്ല ഒരു 11ഓളം സിനിമ അല്ല എന്തറിയോ, ഒരു 11ഓളം സിനിമകൾ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അത് ഈ കത്തനാർ എന്ന് പറയുന്ന സിനിമ ഞാൻ ചെയ്യുന്നതുകൊണ്ടാണ്. കാരണം അതിൽ താടിയും മുടിയും കാര്യങ്ങളും പിന്നെ ആ സമയത്ത് എനിക്ക് ആ സിനിമ ചെയ്താൽ മതിയെന്ന് തോന്നി. വേറെ ഒരു സിനിമയും അതല്ല ഇത് മതിയെന്ന് തോന്നി. അങ്ങനെ ഡെഡിക്കേറ്റഡ് ടൈം. ബാഹുബലിക്കൊക്കെ വേണ്ടി പ്രഭാസ് അങ്ങനെ കുറേ ഇനി ഞാൻ എങ്ങനെ നിന്നിരുന്നെങ്കിൽ അടിപൊളിയായി പോയടാ. പാട്ടിൽ കിടന്ന് മരിക്കില്ലേ? കത്തനാര് പാട്ടിൽ കിടന്ന് മരിച്ചു. അല്ല 3-4 വർഷം അല്ല അതില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാ. പക്ഷെ എങ്കിൽ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മൾ അങ്ങനെ നിൽക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് അറിയാം. അത് വേറെ ഒന്നിനും ഇല്ലല്ലോ മൈൻഡ്. മൊത്തം ഈ കത്തനാരെന്ന് പറയും. ഞാൻ 3-4 വർഷം എൻ്റെ അത് വേണ്ടി സ്പെൻഡ് ചെയ്തു. പേടിയൊന്ന് ആലോചിച്ച് നോക്കി, എൻ്റെ 100 സിനിമ കഴിഞ്ഞു എന്ന് വെച്ചോളൂ. ആ പയ്യൻ റോജിൻ തോമസ് അല്ലെങ്കിൽ ആ ടീം, അത് ഒരു ചെറിയ കാര്യമല്ലല്ലോ. ഒരു അവൻ്റെ എനിക്ക് തോന്നുന്നു 4ാമത്തെ പടമായിട്ടുള്ളൂ. ഫസ്റ്റ് മങ്കിപ്പൻ, പിന്നെ പറഞ്ഞതുപോലെ ജോൺ ദ ബോയ്, ഹോം എന്ന് പറയുന്ന സിനിമ അവൻ്റെ 4ാമത്തെ സിനിമ ആയിട്ടുള്ളൂ. ആ 4ാമത്തെ സിനിമയ്ക്ക് വേണ്ടി ഒരാൾ ഒരു 5 വർഷം 5-6 വർഷം ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ചെറിയൊരു കാര്യമാണോ? പിന്നെ അതുപോലെ ശരി. അതായത് റോജൻ അതേ നീല തന്നെയല്ലേ? അതെ ആ ടീം ഭയങ്കര രസമാണ്. രാഹുൽ തന്നെ മ്യൂസിക്. അപ്പൊ അതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇത്രയും നല്ലൊരു ടീമിന്റെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കാണുന്നത്. പിന്നെ ഇത്രയും വലിയൊരു സിനിമ ഒരു നമുക്ക് മലയാള സിനിമയ്ക്ക് ചിലപ്പോൾ ഒരു അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമ ആയേക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിന് കാറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡ്യൂസർ ഗോകുലം ഗോപാലൻ സാറിനല്ലാതെ എനിക്ക് തോന്നുന്നുള്ളത് ചിലപ്പോൾ ആ സമയത്ത് കേട്ടോ. ഇപ്പോഴല്ലേ വലിയ സിനിമകളൊന്നും തുടങ്ങി. ഇത് എത്ര നാൾ മുമ്പ് വന്നതാ. ഇതിന് വേണ്ടി ഒരു സ്റ്റുഡിയോ പണിയുന്നു. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു കാര്യമായിട്ടാണ് തോന്നിയിട്ടത്. അനുഷ്ക ഷെട്ടി, പ്രഭുദേവ എല്ലാവരും ഉണ്ട്. അതെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിന്നിട്ടുള്ള ഗോകുലം ഗോപാലേട്ടൻ, അതിന് വേണ്ടിയിട്ടുള്ള കാരണക്കാരനായിട്ടുള്ള കൃഷ്ണമൂർത്തി, ഇപ്പം എല്ലാവരും കൂടി ഇങ്ങനെ ചേർന്ന് നിന്നിട്ടാണ് ആ സിനിമ സംഭവിച്ചിട്ടുള്ളത്. എൻ്റെ വലിയൊരു ഭാഗ്യമാണ് അങ്ങനത്തെ ഒരു വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയത്. ഓഫ് കോഴ്സ് ആട് 3 ഇതുപോലെ തന്നെ ആട് ഫസ്റ്റും ആട് സെക്കൻഡും എല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് പോലെ അല്ല ഈ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതും. ഏകദേശം എനിക്ക് തോന്നുന്നത് 1 വർഷത്തോളം നമ്മൾ ആടിന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ 3 years അതിനും 1 വർഷം ആടിനുമാണ്. അപ്പോൾ ആട് ഇതുപോലെ തന്നെ വിജയ് ബാബുവിൻ്റെയും ഒന്ന് ആലോചിക്കുക. പുള്ളി ഫസ്റ്റ് പടം പൊളിയുന്നു, ആട് 1, സെക്കൻഡ് വിജയിച്ച് അത് ഹിറ്റായി. അതുകൊണ്ടാണ് സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് ചിന്തിച്ചത്. അപ്പൊ സെക്കൻഡ് പാർട്ട് മിഥുൻ ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആയിട്ട് വന്നു. തേർഡിലേക്ക് എത്തുമ്പോഴത്തേക്കും ആളുകളൊക്കെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നല്ലൊരു സ്ക്രിപ്റ്റ് വരണ്ടേ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ മിഥുൻ വീണ്ടും ഒരു പുതിയൊരു പരീക്ഷണമായിട്ടാണ്. എന്താ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? ഒരു ചെറിയൊരു സംതിങ് ദാറ്റ് വിൽ എക്സൈറ്റ് us. മറ്റേ ഇന്ത്യൻ മറ്റേ സാധനം പറ. ഇന്ത്യൻ
முதல் முறையாக ஆடுல எண்ணெய் இருக்கு, ஆடுக்குள்ள எண்ணெய் இருக்கு. ஆடுக்குள்ள என்ன போய் பார்க்கணும், அதுக்குள்ள என்னெல்லாம் இருக்குன்னு. ஆடு வச்சு என்ன பண்ணீங்க சொல்லுங்க. ஆட்டுக்காட்டம் வாயில போட்டு, ஆமா சீரியஸா சொன்னேன், ஆட்டுக்காட்டம் வாயில போட்டு இப்படியே. ஆட்டுக்காட்டம் சாப்பிட்டீங்களா? ஆமா, ஃபர்ஸ்ட் முதல் படத்துல மூவிக்காக இவங்க எவ்வளவு பெரிய தியாகம் பண்ணி வச்சிருக்காங்க. ആട്ടുകാട്ടം ഇനി അത് കഴിഞ്ഞിട്ട് പോലെ സാപ്പിട്ടാങ്ക. നിങ്ങളുടെ സ്വഭാവത്തിൽ ഇനി അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ സംഭവിച്ചു, എങ്ങനെയൊക്കെ പോയി, ഒന്നും ചോദിക്കരുത്. നിങ്ങൾ ആട്ടുകാട്ടം സാപ്പിട്ടേക്ക് അപ്പുറം അതെന്തായിരുന്നു, അതവര് തമിഴില് തന്നെ ആട്ടുകാട്ടം സാപ്പിട്ട് ജയസൂര്യക്ക് എന്നെ സംഭവിച്ചു പിറ്റേ ദിവസം കരുവാട് ആട്ടുകാട്ട സോട്ട്. ഇതില് ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? അത് സെക്കൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതില് ഇല്ല, തേർഡില് പുതിയൊരു പരിപാടിയാണ്. പ്രഭുദേവ ഉള്ളതുകൊണ്ട് ചോദിച്ചത്. അതെ, പ്രഭുദേവ. ഞാൻ പോട്ടെ കേട്ടോ, ഇതെല്ലാം നശിപ്പിക്കും കൊച്ച്. സോറി, ഞാൻ അനുഷ്ക ഷെട്ടി. അതെ, ദൈവം ഇനിയിപ്പോ ഒന്നേന്ന് തുടങ്ങണമല്ലോ. ഈ അനുഷ്ക ഷെട്ടി ഉള്ളതും അല്ല, അനുഷ്ക ഷെട്ടിയും പ്രഭുദേവ ഉള്ളത്. ഒരു മിനിറ്റ് അല്ല, കട്ട് ചെയ്യണ്ട. അല്ല, ഞാൻ പറയട്ടെ. എനിക്ക് ഡെലിവറി ഇത് വല്ലാത്തൊരു ഡെലിവറി ആയിപ്പോയി. അതായത് ആടിലാണ് പ്രഭുദേവ അനുഷ്ക ഷെട്ടി. പ്രഭുദേവ കർത്തനാറിൽ ഇതില് ആട്. സോറി, പെട്ടെന്ന് ഞാൻ പോയി. പക്ഷെ വേണമെങ്കിൽ പ്രഭുദേവനെ വിളിക്കാറുണ്ട്. ഞാൻ പ്രഭുദേവനെയും ഇവിടെ ഒരു ഡാൻസിന് വിളിച്ചേനെ ആടിന്. അവരുടെ ഒരു പ്രോമോ സോങ്. പ്രഭു ഇപ്പോഴും സമയമുണ്ട് കേട്ടോ. എവിടെയെങ്കിലും വീണ ഞാനും വരാം. ചെളിയൊക്കെ പേരുണ്ടെങ്കിൽ എണീറ്റ് നിൽക്കാണ് പേളി. ചെളിയിലൊക്കെ വീണിട്ട്. ചേട്ടാ, ഞാൻ ഉദ്ദേശിച്ചത് പ്രഭുദേവനെ. മോനെ സോറി ട്ടോ. ഒരു കുഴപ്പമില്ല, കുഴപ്പമില്ല. നിങ്ങൾക്ക് വിഷമായോ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ? ഇല്ലല്ലോ, എനിക്ക് വിഷമമൊന്നുമില്ല. പ്രഭുദേവ ഇത് കാണുന്നുണ്ടെങ്കിൽ അയ്യോ. പറയാം. ഈ പ്രഭുദേവനെ ഞാൻ കണ്ടു, എന്നിട്ട് ഐ മെറ്റ് ഹിം. എന്നിട്ട് ഇത് ഒരു അവാർഡ് ഫംഗ്ഷൻ. ഇനി സംസാരിക്കില്ല. എനിക്ക് തോന്നി ഞാൻ എന്താ ചെയ്തെന്നറിയോ, ബാക്ക് സ്റ്റേജിൽ ഞാൻ ആങ്കറിങ്ങിന് നിൽക്കുക. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നീങ്ക എന്ത് തമിഴ് മലയാളം ഡാൻസ് റിയാലിറ്റി ഷോ ഹോസ്റ്റ് പണിങ്ങളെ. ഞാൻ പറഞ്ഞു, അയ്യോ എന്നെ തിരിയുമാ. അയ്യോ, ഇനി വന്നിട്ട് നീങ്ക താനെ അന്നക്ക് വണ്ടി നാം ആടിലിരിക്കെന്ന് சொன்னே. இப்படி அல்ல, அப்படி ஒண்ணும் அல்ல. ഞാൻ എന്നിട്ട് ഒരു പാട്ട് അങ്ങോട്ട് പാടിക്കൊടുത്തു. ഉങ്ങളെ പാത്താ ഒരു പാട്ട് വരുത്, ഉള്ളിലെ കൊട്ടുത്. എന്നിട്ട് തലക്കിട്ട് കൊട്ടി, എന്നവളെ അടി എന്നവളെ, ഇങ്ങനെ ഞാൻ അങ്ങോട്ട് പാടി. உந்தன் காலடி தேடி வந்தேன் காதல். தெலுங்கு மக்களுக்கு மட்டும் சொந்தம் கிடையாது, தமிழ் மக்களுக்கு சொந்தம். Ravi sir, thank you for making my childhood memorable sir. അദ്ദേഹം അങ്ങോട്ട് ഉരുകിപ്പോയി എന്നെ കണ്ടത്. നിന്ന സ്ഥലത്തൊന്ന് പിടർന്നു പോയിരുന്നെങ്കിൽ. അത് വീഡിയോ ഉണ്ടല്ലോ, ഞാനത് ഇടാത്ത എന്താണെന്നറിയോ, അസൂയക്കള്. അസൂയാല് കണ്ണ് വെട്ടാലോ എന്ന് വിചാരിച്ചിട്ടാ. ദാസേട്ടന്റെ അല്ല, ആൾക്കാരുടെ. ചേച്ചിയുടെ. അദ്ദേഹം ഇങ്ങനെ എങ്ങനെ ഈ കുട്ടി ഇത്രയും ടാലന്റ്, എങ്ങനെ ഈ ടാലന്റ് ഒക്കെ കൊണ്ട് നടക്കും. പ്രഭു സാറിനെ കാണും, പ്രഭുന്ന് വിളിക്കൂ. പ്രഭേട്ടനെ കാണണമെങ്കിൽ ഞാൻ മൊബൈലിൽ നോക്കട്ടെ എന്ത് പേരിലെ പ്രഭ. അപ്പൊ എവിടെയായിരുന്നു നമ്മള്? ആട്ടും കാട്ടും കഴിച്ചോണ്ടിരുന്നതിലായിരുന്നു. ഇതിന് വേണ്ടിട്ട് ഒരാളെ വെച്ചത് നന്നായി. പോയ തിരിച്ചു കൊണ്ടുവരാൻ ഒരാള് ഈ പട്ടത്തിന്റെ എവിടേക്ക് പോയിട്ട് ആടിലായിരുന്നു. നമ്മളിപ്പോ എവിടെ? ആടിന്റെ ആട്ടുംകാട്ടത്തിലായിരുന്നു. അപ്പൊ എന്താണ് നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ത്യൻ തുലൈക്കാഴ്ചയിൽ? ആടിലെ പറഞ്ഞതുപോലെ ഒരു ചെറിയ ടൈം ട്രാവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടൈം ട്രാവൽ പരിപാടിയാണ് സിനിമ. ഈ പുഴയ്ക്ക് കുറുകിലൂടെ നാഗത്താം പാലത്തിന്റെ പണി നടക്കുക. അപ്പൊ അതൊരു രസം. 2050-ലാണോ? അതൊന്നല്ല, അതാ ടൈം ട്രാവൽ അങ്ങോട്ടും പോകും ഇങ്ങോട്ടും വരാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു പരിപാടിയാണ്. ഇനി എനിക്ക് സംതിങ് ഇമോഷണൽ ആയിട്ട് റാപ്പിഡ് ഫയർ തുടങ്ങിയാലോ? ചോദിക്കും. പിന്നെ ഇത്ര നേരം എന്തായിരുന്നു? ഒരു പുതിയ ട്രെൻഡ് ഉണ്ട്, പേളിമാണി ഷോയിന് വിളിച്ചെന്ന്. അവര് കള്ളം പറയും, പക്ഷെ ഞാൻ അതൊക്കെ ഷെയർ ചെയ്യും. അതായത് ഇൻബോക്സിൽ പ്ലീസ് എന്റെ ഷോയിലേക്ക് വരുമോ, എല്ലാം കുഞ്ഞു 3 വയസ്സുള്ള പിള്ളേരെ വിളിക്കുന്നത്. അതൊരു ട്രെൻഡായി. അതെ, അപ്പൊ കുറെ പേർക്ക് ഇവിടെ വരുന്നുണ്ട് ഈ 3 വയസ്സുള്ള പിള്ളേർക്ക്. അത് നന്നായിരിക്കും. അല്ല സീരിയസ്ലി, അല്ല ഭയങ്കര ഫാൻസ് ഇല്ലേ? അതെ 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 തീർന്നു, അത്രേ ഉള്ളൂ. അതെ, അത്രേ ഉള്ളൂ. ഞാൻ എവിടെയോ വേണ്ട.
സി ഐ നോ ദറ്റ് യു ആർ സ്മാർട്ട്, പക്ഷെ ഇതിനുള്ള സ്മാർട്ട്നെസ് കുറച്ചും കൂടി ഒന്ന് ചിന്തിക്കണം കേട്ടോ. മൈ ജി പ്രസൻസ് പോലെ ഇത് പറഞ്ഞില്ലെങ്കിൽ അവർ പേയ്മെന്റ് എടുത്തില്ല. ഒരു കുഴപ്പമില്ല, ഞാൻ വിചാരിച്ചു മറ്റേ സ്ഥലത്തേക്ക് പോകും. ഇന്ത്യൻ തുലർക്കാർച്ചയിൽ സമാധാനം. മൈ ജി പ്രസൻസ് പേർലിമാനി ഷോ ഇൻ അസോസിയേഷൻ വിത്ത് അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇനി ഒരു റാപ്പിഡ് ഫയർ ആണ്. ഏറ്റവും അലമ്പായിട്ട് ചിന്തിക്കൂ കേട്ടോ. യു ഡോണ്ട് ഹാവ് ടു തിങ്ക് ടു മച്ച്. ഞാനാണിത് എന്റെ ലെവലിലേക്ക് ഒന്ന് വരൂ. വിച്ച് ടീ ഇസ് ദ കോൾഡസ്റ്റ് ടീ എവർ? ഈ ടീ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഞാൻ ഇറിറ്റേറ്റ് ചെയ്യും ഞാനിങ്ങനെ. ഏതാണ് ഏറ്റവും തണുപ്പുള്ള ചായ? ചായ എന്നല്ല, ടീ. ചായ എന്ന് ചിന്തിക്കരുത്, ടീ. അയ്യോ, ഇത്രയും ചോദിച്ചിട്ട് എനിക്ക് പിള്ളേരൊക്കെ ഇപ്പോൾ കേട്ട പിള്ളേരൊക്കെ പറഞ്ഞാണ് ഇന്ന ടീ കോൾഡ്. ഇത് ഭയങ്കര തണുത്ത ടീയാ. ആണോ? ഈ ടീ ആണ് ഏറ്റവും തണുപ്പ്. അയ്യോ, ബ്രെയിനൊന്നും മറക്കാവുന്നില്ലല്ലോ. ഒരു മിനിറ്റ്, മെന്റലിസത്തിലൂടെ എന്റെ നോക്കൂ, ഞാനത് പറയുന്നുണ്ട്. വേണ്ട, അത് വേറെയാ കളി. ഇത് വായിക്കാൻ പറ്റില്ല. ഞാൻ പറയട്ടെ, എന്താ? പറയൂ, പറഞ്ഞു തരൂ ബെസ്റ്റി. ഊട്ടി. ഊട്ടി. വെറുതെ ഊട്ടി. ഊട്ടി. ആ 3 വയസ്സുള്ള പിള്ളേരെ വിളിക്ക്, എനിക്ക് അവരോട് ചോദിച്ചു മനസ്സിലാക്കാൻ. ഇനി നല്ലൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഒരു ബ്ലൂ വെയിലും ഒരു ഉറുമ്പും പൊരിങ്ങി അടിച്ചോണ്ടിരിക്കാം, ഭയങ്കര അടി. ബ്ലൂ വെയിലും ഉറുമ്പും. പക്ഷേ മറ്റേ വെയിലല്ലോ, മറ്റേത് തന്നെയല്ലേ കടലിൽ. നല്ല അടി. ബ്ലൂ വെയിൽ എന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ, പക്ഷെ ആ ഉറുമ്പാണ് ജയിച്ചത്. എപ്പിടി? വൈ? ബ്ലൂ വെയിൽ എത്ര വലിയതാണെന്നറിയാലോ, തിമിംഗലം. അതെ. ബ്ലൂ വെയിലും ഉറുമ്പും അടി ഉണ്ടാക്കുന്നു, ഉറുമ്പ് ജയിക്കുന്നു. ജയിച്ചോട്ടെ. ആർക്കും അറിയാൻ പറ്റുന്നില്ല, എല്ലാവരുടെയും ബ്രെയിൻ കട്ട്. പറയട്ടെ, ഉറുമ്പ് സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് സൺസ്ക്രീൻ വെയിലിനെ തരണം ചെയ്യുമല്ലോ. അങ്ങനെ വെയിലിനെ ചെറുത്ത് നിന്നു. ഉറുമ്പിനെ കാണാൻ പറ്റും. അതിപ്പോ സൺസ്ക്രീൻ എടുക്കിട്ട് വെളുത്ത് പാറി ബ്ലൂ സാരിയെ കൊടുത്ത് തകർക്കാണ്. അങ്ങനെ പറയട്ടെ. നല്ല ക്വസ്റ്റ്യനല്ലേ? സൂപ്പർ അല്ലേ? ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് 4 യൂസ് ചെയ്യാം. ഇതാ ഇനി നല്ല ഇനി കുറച്ചും കൂടി സീരിയസ് ക്വസ്റ്റ്യൻ. ഇത് അടിപൊളിയായിരുന്നു. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. പിന്നെ അല്ല, ഇഫ് യു ഹാഡ് 1 ഫ്രീ ഈവനിങ് വിത്ത് നോ ഷൂട്ട് ഇല്ല, ഒന്നുമില്ല, നോ സ്ട്രെസ്, ഏത് സെലിബ്രിറ്റി ഫ്രണ്ടിനെയാണ് ഒന്ന് വീട്ടിലേക്ക് വാടാ നമുക്ക് ചില്ല് ചെയ്യാം? ഇനി ഞാൻ പേളിനെ വിളിക്കുള്ളൂ. ഇനി ഞാൻ പേളിനെ വിളിക്കും. ഞാൻ പിള്ളേരെയും കൊണ്ടുവരും, വരണം, എന്നിട്ട് അത് ബിയറൊക്കെ കുടിക്കാം. പറയാൻ പാടില്ലല്ലേ? ഏയ്, അതൊന്നും പറയല്ല. ബിയറും പിന്നെന്താ കുടിക്കില്ല. ഞാൻ കുടിക്കില്ല. ശ്രീ കുറച്ച് വാങ്ങിച്ചു കൊടുത്തോ? കുഴപ്പമില്ല, കുറച്ച് അയക്കോ, കുറച്ച് എനിക്കും ഒരു ചെറിയ കേസൊക്കെ നമുക്ക് അങ്ങനെ ചെക്ക്. അമ്മ കാണുമല്ലേ? ശ്രീനിയുടെ അമ്മയ്ക്ക് അറിയില്ല. ആണോ? അത് ആ ബിയർ എന്നുള്ള മാത്രം മ്യൂട്ട് ചെയ്തേക്കും. ഫിയർ നാക്കി ഡബ് ചെയ്യാം. ബിയർ കുടിക്കാൻ ഫിയറാണ്. 2 beer no fear. പിന്നെ അമ്മ എല്ലാരും വന്നാലും അതെ. അയ്യോ അയ്യോ. അടുത്ത ആൻസർ കള്ളുകൂടിനെ പോലെ ആൻസർ ചെയ്യാം പ്ലീസ്. അയ്യോ, ബിയർ കുടിച്ചാൽ ഇപ്പൊ കാണിച്ചോണ്ടിരിക്കും. അതായത് ഷാജി പാപ്പൻ ഭയങ്കര റിച്ച് ആവുകയാണ്. അതായത് ഫിൽത്തി റിച്ച് ആവുകയാണ്. നേരത്തെ റിച്ച് അല്ലാത്തതുകൊണ്ട് ഒരാൾ വിട്ടിട്ട് പോയത് ഓർമ്മയുണ്ടല്ലോ. സൂപ്പർ സക്സസ്ഫുൾ, 0 ബാക്ക് പെയിൻ ഇല്ല ഇപ്പൊ. ഫുൾ ഗ്ലോ അപ്പ് ആയി. ഇപ്പം കുറച്ച് റിച്ച് ആണോ? ഇപ്പം മറ്റേ ബ്രാൻഡഡ് ഗുച്ചി, അർമാനി, പ്രാദ ഇതൊക്കെ ഇടുള്ളൂ. ഇപ്പം ആ എക്സ് വൈഫ് തിരിച്ചു വരികയാണെങ്കിൽ ഷാജി പാപ്പൻ എന്തു പറയും? അത് ഷാജി പാപ്പൻ ഈ അവസ്ഥയിൽ തന്നെ വന്നിട്ട് പോലും ഷാജി പാപ്പന് വേണ്ട. കാരണം ഒരു പ്രാവശ്യം തേച്ചിട്ട് പോയത് കൊണ്ട് നീ നിന്റെ വഴിക്ക് പോക്കോ, അത് ഇയാൾ റിച്ച് ആവണം എന്നില്ല. പക്ഷെ മാത്രമല്ല, ഇയാള് ഒരു വില കൂടിയ വണ്ടിയെ വന്നാൽ പോലും ആളുകൾ അക്സെപ്റ്റ് ചെയ്യില്ല. ഇയാളുടെ ഈ ദാരിദ്ര്യം തന്നെ ജനങ്ങൾ ഇഷ്ടമുള്ളൂ. എനിക്ക് അയാളെ വലിയ റിച്ചായിട്ട് കാണണ്ട. അയാൾ റിച്ച് ആവരുത്. നഹി ഹോന ചാഹിയേ.
പ്രണവ് മോഹൻലാൽ മോഹൻലാലിന്റെ മോന്റെ എന്താണ്? പ്രണവ് മോഹൻലാൽ. ഇപ്പം ഞാൻ ആദ്യം വന്ന് പറഞ്ഞ ചങ്ങല കറക്റ്റാ, ആ രേഖ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. പ്രണവ് മോഹൻലാൽ മോഹൻലാലിന്റെ മോന്റെ എന്താണ്? മോഹൻലാലിൻ്റെ മോൻ്റെ എന്താണെന്നോ? മോഹൻലാലിൻ്റെ മോൻ്റെ അച്ഛനാണ്. പ്രണവ് മോഹൻലാലിൻ്റെ മോൻ്റെ. ലാലേട്ടൻ ഇത് കാണുന്നുണ്ടെങ്കിൽ കമന്റ് ബിലോ. ലാലേട്ടാ, പ്രണവ് കമന്റ് ചെയ്യില്ല. ഓക്കെ, എന്തായിരുന്നു? പ്രണവ് മോഹൻലാൽ മോഹൻലാലിന്റെ മോന്റെ എന്താണ്? പേരാണ്. ഇത് സത്യം പറയുന്നത് മക്കളാണ്. അല്ല, മക്കളല്ല. ആരാ ഉണ്ടാക്കണേ? ഇത് ഞങ്ങള് തന്നെ. ഞങ്ങള് കാണുക. നമ്മളൊക്കെ നല്ല രസമായിരുന്നു. അല്ല, സീരിയസ്ലി. ഓക്കെ, അടുത്തത്. കാരണം ചിന്തിക്കാൻ പോലും പറ്റാത്ത ലെവലിലുള്ള. അതെ, അതായിരിക്കണമല്ലോ. എന്നിട്ടാണ് നിങ്ങൾ പറഞ്ഞത് എൻ്റെ ലെവലിലേക്ക് വരുന്നത്. ഇപ്പൊ എൻ്റെ ലെവൽ ഇവിടെയാണ്. അല്ല, സീരിയസ്ലി ഭയങ്കര വേറെ ലെവൽ. ബ്രെയിനൊക്കെ ഓക്കെ അല്ലേ? പുകയൊന്നും വരുന്നില്ലല്ലോ. ബ്രെയിൻ ഇല്ലല്ലോ. ഇനി കുറച്ച് സിമ്പിൾ ആക്കാം. ഒരു 10 കിലോ ലൂസ് ചെയ്യുന്ന ഒരു റോള് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്ത് കഴിഞ്ഞു, ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഇനി എന്ത് വേണമെങ്കിൽ കഴിക്കാം. എന്തായിരിക്കും ആ പാക്കപ്പിന്റെ അന്ന് ഫസ്റ്റ് പോയി കഴിക്കുക? അതായത് ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല കുറേ നാള്. അതെ, ഇപ്പോ മനസ്സിലായി. അല്ല, അത് ആ സമയത്ത് എന്ത് തോന്നുന്നു? ചിലപ്പോൾ ഫുഡ് എന്താ പറയുക, ഇതിനോടാണ് അല്ലെങ്കിൽ സ്വീറ്റ്സിനോടാണ് ക്രേവിംഗ് എന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പോത്തിക്കരി സമയത്ത് ഒരു 10-12 കിലോളം കുറച്ചിരുന്നു. ആ സമയത്ത് ഒറ്റപ്പാലത്തെ ഷൂട്ട്. അപ്പോൾ അവിടെ ജിലേബി നന്നായിട്ട് കിട്ടുന്നൊരു കടയുണ്ടെന്ന് അറിഞ്ഞു. നമ്മൾ ആക്രാന്തമാണല്ലോ. ഞാൻ 1 കിലോ ജിലേബി ഒന്ന് മേടിച്ചിട്ടുണ്ട്, എല്ലാവർക്കും കൊടുക്കും. അപ്പം അല്ല, എന്ന് വെച്ചാൽ എനിക്ക് തിന്നാനല്ലോ 1 കിലോ. ഞാൻ അപ്പോൾ എല്ലാവരും കൂടി മേടിക്കും. 1-2 കിലോ മേടിച്ചിട്ട് വന്നു. അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അന്ന് തന്നെ പട്ടന്ന് പറഞ്ഞൊരു 3-4 അകത്താക്കി. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ വീട്ടിൽ പോയിട്ട് ആക്രാന്തം കൂടുമല്ലോ. ഒരുപാട് ഭക്ഷണം കഴിക്കും. വയറടിച്ചിട്ടുണ്ടല്ലോ. എത്ര ദിവസം വയറ് പ്രശ്നമായി എന്നറിയോ? അതെന്താണെന്നറിയോ? അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം പോയിട്ട് നമ്മൾ ഈ ഫുഡ്, ഈ കാലറി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, പതുക്കെ കുറച്ചിട്ടൊക്കെയാണ് 1300-ലേക്കും 800-ലേക്കും വരിക. അപ്പോൾ പെട്ടെന്ന് തന്നെ കാലറി ഷൂട്ടപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറിന് ഭയങ്കര പ്രോബ്ലം ആയി പോകും. ഹെൽത്ത് കോൺഷ്യസ് ആണെന്നറിയാം. അല്ല, ഞാൻ 7 ദിവസം ഹോസ്പിറ്റലിലായിരുന്നു. ഇങ്ങനെ ഒരുപാട് ഫുഡ് കാലറി ഡെഫിസിറ്റിലായിരുന്നു. പെട്ടെന്ന് ഒരു മൂഡിന് ഞാൻ ഇങ്ങനെ വാരി വലിച്ച് കഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലിലായി. സോ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു സേയിങ്. അല്ലേ, അനുഭവിച്ചവളാണ് ഞാൻ. അല്ലേ, ഇന്ന് രാവിലെ നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ എവിടെയായിരുന്നു? So are you a mentalist? ശരിക്കും റീഡിങ് മൈ. അതാണ് ജിമ്മിലായിരുന്നു നമ്മൾ സംസാരിക്കുമ്പോൾ. ഞാൻ ഇൻ ദ ജിം, യു ആർ ഇൻ ദ ജിം. കാരണം ഡ്രൈവിംഗ്. ഇല്ല ഞാൻ ജിമ്മിൽ ചെയ്തുകൊണ്ടിരിക്കാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. അല്ലേ, തിന്നുമായിരുന്നു. അതെ അല്ലേ, പക്ഷെ ജിമ്മെന്നാ പറഞ്ഞത്. ഇതെന്തൊരു ജിമ്മപ്പാ എന്ന് ഞാൻ ചോദിച്ചു. ജിമ്മിലാ ഞാൻ വിളിക്കാം. അത് ഞാൻ എന്താ പറഞ്ഞത്? നമുക്ക് ഇന്ന് ഫുൾ ജോളി ആയിട്ട് സംസാരിക്കാം. അത് കറക്റ്റ്. മുണ്ടെടുത്ത് വരണം എന്നാണോ ഞാൻ പറഞ്ഞത്? ഇല്ല, കുട്ടിയുടെ ശ്രീനി. അടുത്ത ക്വസ്റ്റ്യൻ. യുവർ ഫസ്റ്റ് ഇൻസ്റ്റഗ്രാം തുടങ്ങിയപ്പം ഫസ്റ്റ് ഇട്ട പോസ്റ്റ് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ഇട്ട ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഞാൻ ചെക്ക് ചെയ്തു, നമ്മളെല്ലാരും ചെക്ക് ചെയ്തു. എനിക്ക് ഓർമ്മയില്ല, പറയൂ. അത് അടിപൊളി. ഷാജി പാപ്പന്റെ ഫോട്ടോ ആയിരുന്നു. ആണോ? താങ്ക് യു സോ മച്ച്. അടിപൊളി. സോ അതായിരുന്നു യുവർ ഫസ്റ്റ് ഇൻസ്റ്റഗ്രാം പിക്. ആണല്ലേ? സോ ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ ഷാജി പാപ്പിന് റിയൽ ആയിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ബയോയിൽ എന്തായിരിക്കും എഴുതുക? വടംവലി മാസ്റ്റർ. വടംവലി മാസ്റ്റർ. കൊള്ളാല്ലേ? അതെ, അത് കൊള്ളാം. വടംവലി മാസ്റ്റർ. പിന്നെന്താ? ഇനി ഒന്നുമില്ല അതിനകത്ത് ഇട്ട് വലിച്ചതിന് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോക്കി. ഫോട്ടോ ഏതായിടാ? അത് മാസ്റ്റർ ചിലപ്പോ പുള്ളി വടം വലിച്ചോണ്ട് ജാടക്കി നിൽക്കുന്നതായിരിക്കും. ആരെയൊക്കെ എന്നെ ഫോളോ ചെയ്യണേ? അത് തുടങ്ങിയേക്കാം അല്ലേ, ഒരു അക്കൗണ്ട് തുടങ്ങാം. ഷാജി പാപ്പന്റെ ഒരു അക്കൗണ്ട് വേണം. അതാരെങ്കിലും ഇപ്പൊ തുടങ്ങും, അതിനു മുമ്പ് ഞാൻ തുടങ്ങാം. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്യാരക്ടേഴ്സ് ഞാൻ കുറച്ച് പറയും, പെട്ടെന്ന് അതിൽ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചാലഞ്ച് എന്താന്ന് പെട്ടെന്ന് പറഞ്ഞു മതി. ഞാൻ മേരിക്കുട്ടിയുടെ ക്യാരക്ടർ. അത് ജെൻഡർ ഡിഫറൻസ് തന്നെയായിരുന്നു. അത് ഒരു കാരണം സ്ത്രീയായിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആണ്. അത് തന്നെയാണ് അനുഭവിച്ച ഏറ്റവും വലിയ സന്തോഷവും റിസ്ക്കും എല്ലാം. നല്ലൊരു കൈയടി കൊടുക്കാം. മുരളി നമ്പ്യാർ വെള്ളം സിനിമയിൽ. വെള്ളത്തിലും ഇതുപോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു ഡ്രങ്കാർഡായിട്ടുള്ള ക്യാരക്ടറായിരുന്നു. അതെനിക്കറിയില്ല എങ്ങനെ പറയേണ്ടതെന്ന്. റിസ്ക്കോ കാര്യങ്ങളൊന്നും ഉള്ളതല്ല. ആ ഒരു
ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതെനിക്ക് അറിയുള്ളൂ പറയാൻ. ബ്യൂട്ടിഫുൾ സിനിമയിലെ സ്റ്റീഫൻ. അയാൾ ഒരുപാട് എന്താ പറയുക, ഭയങ്കര ഹാപ്പിനെസ് ഉള്ള ഒരാൾ തന്നെയാണ്. പക്ഷെ ശരീരം ഒന്നുമില്ല, പക്ഷെ ഭയങ്കര ഹാപ്പിനെസ് ഉള്ള ഒരാളാണ്. അയാൾ ഒറ്റയ്ക്കാവുമ്പോഴായിരിക്കും അയാളുടെ മൊമെൻറ്റ്സിനെ കുറിച്ച് ഓർത്ത് എനിക്കൊന്ന് കയ്യും കാലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഓർക്കുന്ന ഒരു ഇത്. പക്ഷെ അതൊരു ഫുൾ അയാളുടെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാവണമെന്നാണ് എനിക്ക് ആഗ്രഹം. ഭയങ്കര രസമല്ലേ എന്നും പോസിറ്റീവ്, ഹാപ്പി ആയിട്ട്, എന്നും പോസിറ്റീവായിട്ട്. പക്ഷെ കയ്യിൽ ഇത് വേണം, എന്നാലേ ഹാപ്പിനെസ് ഉണ്ടാവും. അതും സത്യമാണ്. സുധി ആത്മീയത്തിലെ സുധി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കഥാപാത്രം തന്നെയായിരുന്നു. ഓരോ ഷോട്ടും വളരെ എൻജോയ് ചെയ്ത ഒരു സിനിമയായിരുന്നു. കാരണം ഓരോ അവസ്ഥകളുണ്ട്, ഓരോ പ്രായത്തിനനുസരിച്ചായിരുന്നു ഇയാൾ ഇതിനെ മനസ്സിലാക്കി വരുന്ന ഒരു ടൈമും മനസ്സിലാക്കി കഴിയുമ്പോൾ ഒരു സ്റ്റാമറിങ്ങും, പലതരം സ്റ്റാമറിങ് ആണ് സിനിമയിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതൊക്കെ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ഇതായിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, വിച്ച് റൂം ഹാസ് നോ ഡോർ ആൻഡ് നോ വിൻഡോ? ഈ റൂമിന് ഡോറും ഇല്ല, വിൻഡോസും ഇല്ല. എന്തോ വലുത് വരുന്നുണ്ട്. മൈജി പ്രസൻസ്. കണ്ണി കൊള്ളേണ്ടത് പിരികത്തി കൊണ്ട് പോയി എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത് കണ്ണി കൊണ്ട് തന്നെ പോവുള്ളൂ. പറയട്ടെ, പറഞ്ഞോളൂ. മഷ്റൂം. മഷ്റൂം വന്നിട്ടുണ്ടല്ല, തല്ലാൻ വേണ്ട നോക്കി അടിച്ച നീ എൻ്റെ പേര് ചീത്താക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയേക്കല്ലേ ചോദിച്ചിട്ട്. ഒരു പുതിയ ഇതുണ്ട്, ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്ന്, നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്ന് ഒരു വായ വരില്ല. മഷ്റൂം വന്നിട്ട് മഷ്റൂം എന്നോട് ചോദിക്കും. അതെ, പക്ഷെ കറക്റ്റ് അല്ലേ, മഷ്റൂമിന് ഡോർ ഉണ്ടോ? ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് യു ഹാഡ് ടു ലിവ് ഇൻ വൺ ഔട്ട്ഫിറ്റ് ഫോർ ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ് ഫ്രം വൺ ഓഫ് യുവർ ക്യാരക്ടേഴ്സ്, ഏത് ഔട്ട്ഫിറ്റ്? മുണ്ടായിരിക്കും. ഷാജി പാപ്പന്റെ ലുക്കിലാ ലൈഫ് ലോങ്. ഒരു കുഴപ്പമില്ലല്ലോ. നമ്മളിങ്ങനെ റോട്ടിൽ കൂടെ പോകും, ഷാജി പാപ്പൻ ചായ കുടിച്ചോണ്ടിരിക്കണു, ഷാജി പാപ്പൻ ഓടാൻ പോണു രാവിലെ മുണ്ടൊക്കെ എടുത്ത്. റിയലി നൈസ്. നല്ലൊരു കൈഡ് കൊടുക്കാം. റാപ്പിഡ് ഫയർ ഇസ് ഓവർ. I just wanna wish you all the very best for Aada 3 because youngsters ആവട്ടെ, കുറച്ചും കൂടി ഒരു ഓൾഡർ ജനറേഷൻ. അല്ല, അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയണ്ട. ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ മാറ്റുന്നില്ല. കാരണം ഞാൻ മെന്റലിസം ഒരു സാധനം പഠിപ്പിച്ചു തരാം എന്ന് ഞാൻ പറഞ്ഞു. നമ്പർ എന്ന് പറയുന്ന ഒരു സംഭവം ഓർക്കണ്ടോ? ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വലിയ സീക്രട്ടാണ്. ഇത് ഓർക്കണ്ടോ? ഇന്ത്യൻ അതെ പറഞ്ഞോ, ഇന്ത്യൻ തുളച്ചിക്കാകെന്താ തുളക്കാച്ചിയിൽ മുതൽ മുറയാക സീക്രട്ട് റിവീലിംഗ്. ഓക്കെ, എങ്ങനെയാണ് ചെയ്തത്? അത് നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞു. ഞാൻ വന്നപ്പോ തന്നെ ശ്രീനേഷിന്റെ അടുത്ത് ചോദിച്ചു, മിക്കവാറും മെന്റലിസം ഒക്കെ ചെയ്യാൻ പറയും, അതുകൊണ്ട് നീ പാസ്വേഡ് ചോദിച്ചാ? അപ്പൊ നിനക്ക് എന്റെ പാസ്വേഡ് അറിയോ? പിന്നെ ഇനി ഫോണിന്റെ പാസ്വേഡ് മാറ്റണം. അപ്പൊ അത് പറഞ്ഞു, ചെറുതിനും ഭർത്താവ് പറഞ്ഞു തരും. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇത് പഠിക്കണമെങ്കിൽ ഭർത്താക്കന്മാരോ ഭാര്യമാരോടോ എല്ലാം ചോദിച്ച് അത്രേ ഉള്ളൂ. ശരിക്കും യു ആർ ലിറ്ററലി ലുക്കിംഗ് ഇൻ മൈ. ഞാൻ വെച്ചാൽ എന്റെ കണ്ണ് അത്രയും എന്താ പ്രകടിപ്പിക്കുന്നുണ്ടോ? എനിക്ക് ഇനി ചോദിക്കാനുള്ളത്, 100 മൂവീസിന് ശേഷം വെൻ യു ആർ സ്റ്റാൻഡിങ് ഹിയർ, മലയാളം മൂവീസ് അല്ലെങ്കിൽ സിനിമ അന്ന് ചെയ്തതിനും ഇന്ന് ചെയ്യുമ്പോഴും ഏറ്റവും വലിയ വ്യത്യാസം, വാട്ട് യു മിസ് ദ മോസ്റ്റ് ആൻഡ് വാട്ട് യു ഡോണ്ട് മിസ് ദ മോസ്റ്റ്? മിസ് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ സൗഹൃദം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പഴയ കാലമല്ല. കാരണം ഒരു ഷോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ക്യാരമൽ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് എത്തിയത് കൊണ്ട് പണ്ടെന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാവരുടെ വീട്ടിലെ കാര്യങ്ങളും എല്ലാവരെയും കൂടുതൽ അറിയായിരുന്നു. കാരണം നമ്മൾ ഒരു ഷോട്ട് കഴിയുമ്പോഴും നമ്മളിങ്ങനെ മേ ബി ഈ പറഞ്ഞ പോലെ ഫ്രണ്ട് സർക്കിൾ, എനിക്കറിയില്ല, ഇത് കാലം ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് ആ തമാശയ്ക്കൊന്നും അതിർവരമ്പുകളില്ലായിരുന്നു. നമുക്ക് എന്ത് തമാശയും കാര്യങ്ങളും എല്ലാം പറയുമായിരുന്നു. ഇന്നൊരു തമാശ പറയണമെങ്കിൽ തന്നെ വളരെയധികം സൂക്ഷിച്ച് ദൈവമായി ഹേർട്ടാവുമോ എന്നൊക്കെ പലതവണ ആലോചിച്ചിട്ടാണ് ഈ പറഞ്ഞ പോലെ തമാശ പറയുന്നത്. ഇപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ പ്ലസ് എന്താണ്, അങ്ങനത്തെ ഒരു ലൈസൻസ് ഉണ്ട്, എന്ത് തമാശയും പറയാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ ഈ മണിയുടെ ഷോ ആണ്, അത് എന്ത് നമുക്ക് തമാശ പറയാം. അപ്പോൾ അതൊരു സുഖമാണ്. അപ്പോൾ നേരത്തെ അതിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇനി ഏറ്റവും സുവർണ്ണകാലമാണ് മലയാള സിനിമയുടെ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ ലോകത്ത് നമുക്ക് എന്താ പറയുക, കണ്ടന്റ് വൈസ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സിനിമകൾ സംഭവിക്കുന്നത് ഇവിടെ നിന്നാണെന്ന് മറ്റൊന്നുള്ള ഇൻഡസ്ട്രിയിൽ നിന്ന് വരെ
നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമാകാൻ പറ്റിയത് വലിയൊരു ഭാഗ്യം. അങ്ങനത്തെ കണ്ടൻറ്റുകളായിട്ട് നമുക്ക് വരാൻ പറ്റട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് നമ്മൾ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ പോലെ വലിയ സിനിമകൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാലത്തിലൂടെയും കടന്നു പോകുന്നുണ്ടല്ലോ ഈശ്വര എന്നുള്ളൊരു നന്ദിയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ജേട്ട. ആൻഡ് യു ആർ ലുക്കിംഗ് സോ യങ്. What is the secret? Because ജേട്ടൻ വന്നപ്പോൾ തന്നെ I was telling you, right? You look so young and so, എന്താ പറയുക, you're glowing, touch wood. സരിത ചേച്ചി ആണോ അതിൻ്റെ പുറകിൽ, ആ ഗ്ലോവിൻ്റെ പുറകിൽ? തീർച്ചയായിട്ടും ആണല്ലോ. ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ പേളി നിങ്ങളെ ചെയ്യുന്നുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെ പുറത്തെ സൂത്രക്കാരനെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കാരണം എന്തറിയോ, അടുത്തത് ഞാൻ ചോദിക്കണം, അത് പേളിയും അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. എന്താണ് സീക്രട്ട്? സത്യം പറയല്ലോ, അത് ജനറ്റിക്സ് ആ. ഞാൻ അങ്ങനെയാണല്ലോ. ഇനി ഇവിടെ നിന്ന് പോയിട്ട് വേണം ഇവിടെ മറ്റേ മേക്കപ്പ് സ്ത്രീ വന്നിട്ട് ഇവിടെ നിന്ന് ഒരു മണിക്കൂറത്തെ പണി ഇല്ല. ഞാൻ ഈ മേക്കപ്പ് വേസ്റ്റ് ചെയ്യില്ല. ഇതിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് ഞാൻ ലുലുലു സിനിമ കാണാൻ പോകും, ലുലുലു സെൽഫി എടുക്കും. അങ്ങനെ ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് ഇതല്ല. 3 ദിവസം ഒന്നുമില്ല. ഹെയർ ചിലപ്പോൾ ഞാൻ 2 ദിവസം വെക്കും, ബിക്കോസ് അതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുമല്ലോ. അങ്ങനെ പ്രശ്നമില്ല. ഹെയർ ഒക്കെ കുറച്ച് നേരം അങ്ങനെ കുളിക്കണമെന്നില്ല. അറിവുകളെ വെള്ളമൊക്കെ വേസ്റ്റ് ചെയ്യണ ആവശ്യം ഉണ്ടാവും. നമ്മൾ എത്ര ദിവസം വരെ നമുക്ക് കുളിക്കാതിരിക്കാം? അങ്ങനെയില്ല. ഞാൻ ഡെയിലി കുളിക്കും. ചേട്ടനോ? ഞാൻ ഇനി എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. ഇത് ഞാൻ ഇവിടെ വരുന്ന മിക്ക ആക്ടേഴ്സിനോടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് ഓരോ തവണ ഇത് ചോദിക്കുമ്പോഴും ഓരോ ആക്ടേഴ്സ് ഇതിന് തരുന്ന ഉത്തരങ്ങൾ നമുക്ക് ഭയങ്കര ഇൻസൈറ്റ്ഫുൾ ആണ്. സോ ദ ക്വസ്റ്റ്യൻ ഇസ്, നമ്മൾ ഈ ഫോട്ടോയിൽ കണ്ടില്ലേ, ഫസ്റ്റ് ഒരു ചാൻസിന് വേണ്ടി നിൽക്കുന്ന ആ ഒരു ജയസൂര്യ, ഓക്കെ, സെറ്റിലിരിക്കുന്ന ജയസൂര്യന് ലഞ്ച് ടൈമാണ്, പ്രൊഡക്ഷൻ ഫുഡൊക്കെ കഴിച്ച് ആ സെറ്റിൽ ഒറ്റയ്ക്കിരുന്ന് ചിലപ്പം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഫ്യൂച്ചർ എന്താവും, സിനിമയാണോ അല്ലയോ എന്നൊന്നും അറിയാത്തൊരു ജയസൂര്യയുടെ അടുത്ത് ഇപ്പം ഇരിക്കുന്ന ആട് 3 റിലീസാവാൻ പോകുന്ന ഈ ഒരു ജയസൂര്യ, അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ചെയറിട്ട് ഒന്നിരിക്കാൻ പറ്റിയ, ബട്ട് ഹി ഡസൻറ്റ് നോ ഹൂ യു ആർ, എന്തായിരിക്കും ആ ഒരു 17-കാരനോട് പറയുക? ഇല്ല, അതെന്താ അറിയോ, അയാളെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല. അവൻ്റെ സ്ട്രെങ്ത്ത് നമുക്കറിയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഒരുപാട് പേരുടെ അടുത്ത് പോയിട്ട് എനിക്കിങ്ങനെ സിനിമയിൽ അഭിനയിക്കണം എന്ന് പറയുമ്പോൾ അവർ ഒരുപാട് ഉപദേശങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ഇത് നിനക്ക് പറ്റുന്ന പണിയാണെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ എന്താടാ മറ്റേതടാ മറിച്ചതടാ എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറയും. പക്ഷെ അതൊക്കെ പറയുന്നത് ഞാൻ വെറുതെ കേൾക്കും എന്നുള്ളതിൽ കവിഞ്ഞ് എൻ്റെ മനസ്സിൽ ഞാൻ വരും എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ അവനോട് ഞാൻ എന്തൊക്കെ ഉപദേശിച്ചിട്ടും കാര്യമില്ല. അവൻ്റെ ആ ഒരു വിൽ പവർ ഭയങ്കര സ്ട്രോങ് ആണ്. എനിക്ക് വന്നേ പറ്റുള്ളൂ എന്നുള്ളൊരുത്തനാണെങ്കിൽ നമുക്കത് അറിയാൻ പറ്റില്ല. അപ്പോൾ അത് നീ സിനിമ ചെയ്യണം, അല്ല, അതെനിക്ക് അറിയാൻ പറ്റില്ല. കാരണം പേളിമാണി ഷോയിൽ പോകണമെന്ന് പറയോ, അത് നീ സക്സസ്ഫുൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോനെ പറ്റിയാൽ ആ വഴിക്ക് അതിപ്പോഴേ പറഞ്ഞു വെക്കണം. ഇല്ല, അതൊന്നും പറയേണ്ട കാര്യമില്ല. ബുദ്ധിയുള്ളവനാണെങ്കിൽ പെണ്ണ് വിളിക്കും, നീ പോണം. ഇല്ല, ബുദ്ധിയുള്ളവനാണെങ്കിൽ പോണം. ഞാൻ പറയില്ല. തീർച്ചയായിട്ടും മലയാള സിനിമയിൽ അല്ലെങ്കിൽ സിനിമകളിൽ സജീവമാകുന്ന ഒരുത്തൻ ഇവിടെ ഉണ്ടാവും, പേളിയുടെ അടുത്തുണ്ടാവും. ചേച്ചി അതിനു മുമ്പ് ക്യാമറയുടെ ഇത് തീർന്നു പോയി, ഓഫായി പോയി ചേച്ചി. ഇവന്മാർക്ക് അത് കറക്റ്റ് ഓഫ് ആവും. മൈജി പ്രസൻസ് പേളിമാണി ഷോ ഇൻ അസോസിയേഷൻ വിത്ത് അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇനി വി ഹാവ് എ വെരി സ്പെഷ്യൽ തിങ് ഫോർ യു. ഞങ്ങളുടെ ഒരു ടോക്കൺ ഓഫ് ലവ്. അയ്യോ, അടിപൊളി. ഷാജി പാപ്പൻ റിട്ടേൺസ്. ഡൂയിങ് ദ കാൾട്ട് വൺസ് അഗൈൻ. ഓ മൈ ഗോഡ്, താങ്ക് യു സോ മച്ച് പേളി. വളരെ വളരെ സന്തോഷം, താങ്ക് യു. എനിക്ക് ഒരുപാട് ഷാജി പാപ്പൻ റിട്ടേൺസ് അല്ലേ, താങ്ക് യു. ഒരുപാട് നല്ല ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇതും എൻ്റെ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ഗിഫ്റ്റാണ് ഷാജി പാപ്പൻ്റെ. ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല. എല്ലാ ടീമിനോട് കേട്ടോ എനിക്കത് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പേളി എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മുടെ ഫാമിലിയിലൊരാൾ തന്നെയാണ്. പക്ഷേ ഈ ഷോ ഇത്രയും ഗംഭീരമായിട്ട് പോകുന്നത് ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾ കാണുന്നില്ല. ബാക്കിൽ ഒരുപാട് സ്ട്രോങ് പില്ലേഴ്സ് ഉണ്ട്. അടിപൊളിയാണ് നിങ്ങൾ.
ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ആളുകളാണ്. പേളിക്ക് ഇതുപോലത്തെ സ്റ്റാഫ്സിനെ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് പേളിനെ കിട്ടിയതും വലിയൊരു കാര്യമാണ്. ശമ്പളം കൂട്ടി ചോദിച്ചോ? താങ്ക് യു സോ മച്ച്. വേണ്ട, അതിന് മുമ്പ് നിർത്തിയതുണ്ട്. ശമ്പളം കൂട്ടി ചോദിച്ചോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പേളി താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇത് കട്ടിംഗ് ബോർഡ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഓ, ഞാൻ ഈ ആംഗിളിൽ ഞാൻ അപ്പുറത്ത് മിററാന്ന് വിചാരിച്ചേക്ക്. അത് കട്ടിംഗ് ബോർഡാ. അത് സരിത ചേച്ചിക്ക് എടുത്തോ. പിന്നെ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ട്, അത് എന്താന്ന് നോക്കി. ഓക്കെ, ഒന്ന് പിടിച്ചെന്ന്. എനിക്ക് എല്ലാം കാണാൻ ഇഷ്ടമാണെന്നേ. ഇത് നോക്കൂ, ആട് 3. അടിപൊളി. ഇതാ ഷാജി പാപ്പൻ. ഇത് എവിടെ വെക്കും? ഓക്കെ, ഇത് പേളിയുടെ ഷോയ്ക്ക് വന്ന അനുഭവങ്ങൾ ഞാൻ എഴുതി വെക്കും. ഓക്കെ, ഇത് അടിപൊളി. നല്ലത് എഴുതാനല്ലേ ഉള്ളൂ. ഓക്കെ, ഇതിൽ ഞാൻ ഇനി വെള്ളം കുടിക്കും. ഇനി ജിമ്മിൽ പോകുമ്പോ അത് കൊണ്ടുപോയി. തീർച്ചയായിട്ടും. പിന്നെ തേനുണ്ട്. തേന് മെഴുകുതിരിയാണോ? നോക്കട്ടെ. അതെ, നല്ല സ്മെല്ല് കേട്ടോ. താങ്ക് യു. കോഫി കാര്യങ്ങള് ഈ പാപ്പൻ കോഫി കുടിക്കാം. സൂപ്പർ. ഓക്കെ, അപ്പൊ താങ്ക് യു, നന്ദി, വളരെ സന്തോഷം. ഒരു ഫാൻ ബേസ് ഉണ്ട്. പലരും ഫസ്റ്റ് ഫോർവേഡ് ചെയ്തിട്ട് ഹാമ്പർ എന്താന്ന് കണ്ടിട്ടാണ് എപ്പിസോഡ് ചിലർ കാണുക. ഓ, അത് ശരി. അങ്ങനെയൊക്കെ അവർ കമന്റ് ചെയ്യാറുണ്ട്. എനിവേ, താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷം പേളി. ഇനി മൈജി പ്രസൻസ് പേർലി മാണി ഷോയിൽ മൈജി ഇല്ലാണ്ട് എന്താണ്? മൈജി ഇല്ലാതെ എന്താ ആഘോഷം? നല്ലൊരു എന്താന്ന് നോക്കിക്കേ. എന്റെ ആകാംക്ഷ എന്നെ. ഹൈ ബ്ലൂടൂത്ത് സ്പീക്കർ. ഇത് വേണമായിരിക്കും. ഇല്ല, പിന്നെ എന്താ എക്സ്പ്രഷൻ? ഇത് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള എക്സ്പ്രഷൻ നോക്കട്ടെ. ഓ മൈ ഗോഡ്, ഇത് ഭയങ്കരാണല്ലോ. അടിപൊളി അടിപൊളി. ഷാജി പാപ്പൻ ഇത് ഇതൊക്കെ. അതെ, മൈജി ഷാജിക്ക്. ഷാജിയിൽ നിന്നും ഷാജി പാപ്പനിലേക്ക് ഒരു ഗിഫ്റ്റ്. അയ്യോ, അങ്ങനെയൊക്കെ എങ്ങനെ ചിന്തിക്കുന്നു? പിന്നല്ല, ഒരു ഷാജിയിൽ നിന്നും മറ്റൊരു ഷാജിയിലേക്ക്. ഷാജി പാപ്പൻ ചെയ്ത കാര്യം ചെറുതൊന്നുമല്ല. പണ്ട് പാപ്പൻ ഇറങ്ങുന്നതിന് മുമ്പ് ഒരുപാട് ഷാജിമാരെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ കാര്യമാണ്. പണ്ട് ഇവരെ വിളിക്കുന്നത് അലവലാദി ഷാജി എന്ന്. അലവലാദി ഷാജി. ഷാജി പാപ്പൻ വന്നതിന് ശേഷം ഷാജി പാപ്പൻ അങ്ങനെ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ചേട്ടാ. വളരെ സന്തോഷം. ഓ, സോറി കേട്ടോ, ഞങ്ങൾ ഭയങ്കര ഷോ ആയതുകൊണ്ട് കുറെ ഗിഫ്റ്റ് ഉണ്ടാവും. ഞാൻ വെയിറ്റ് ചെയ്യാം. സോറി, നിങ്ങൾക്ക് പ്രശ്നം എത്ര നേരം എനിക്ക് ഒരു പണിയില്ല. അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന 10,000 റുപ്പീസിന്റെ ഗിഫ്റ്റ് വൗച്ചർ ആണ്. എപ്പോൾ വേണമെങ്കിലും യു ക്യാൻ ഗോ ടു ദ സ്റ്റോർ ആൻഡ് ക്ലെയിം ദിസ്. അപ്പം ഇത് സരിത ചേച്ചിക്ക് കൊടുക്കുക. ഇത് അടിപൊളി. അപ്പൊ ഇത് കാണിച്ചാൽ മതി. ഇതും കൊണ്ട് പോകണം. സീരിയസ് ആയിട്ട് ഇതൊക്കെ ആയിട്ടേ കടയില് ചേട്ടാ എന്ത് കോമഡി ആയിരിക്കും. പറ. അതൊരു ചെറിയ ഇടുണ്ട്. വാട്സാപ്പിൽ കാണിച്ചാൽ മതി. എന്നെ അറിയാന്ന് പറഞ്ഞാൽ അതെ, എന്നിട്ട് വേണം ഗിറ്റാർ മേടിച്ചിട്ട് വരാൻ. ഇതൊന്നും കൊണ്ടാണ് ചെറിയൊരു പേപ്പർ തരാം. ഇത് ആക്ച്വലി യു നോ വാട്ട്, യു ഷുഡ് ടേക്ക് ദിസ്. ഇത് കൊണ്ട് പോകുന്നത് ആലോചിച്ചിട്ടല്ലേ ചിരിച്ചോണ്ട്. അതെ, ഐ തിങ്ക് യു ഷുഡ് ടേക്ക് ദിസ്. ഷാജി പാപ്പന്റെ ലുക്കില് എടാ പോന്നെ മുറുക്കിട്ട് ഇതിന്റെ സാധനം ഇങ്ങനെ പോയാൽ ചിലപ്പോ കൂടുതൽ തരൂ. അതെ അതെ, മിക്കവാറും. ആയിക്കോട്ടെ, ഇതാണ്. ഇനി വെയിറ്റ് ചെയ്യാം. കഴിഞ്ഞു. ഇനി അടുത്ത പ്രാവശ്യം ഇനി സ്പോൺസർ കിട്ടിയാ ഓക്കെ, തീർച്ചയായും. അപ്പോൾ സ്പോൺസേഴ്സിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല പേളി പുലിയാണ്. അതുകൊണ്ട് അതവർക്കറിയാം. അതുകൊണ്ട് മാക്സിമം സ്പോൺസേഴ്സ് വരിക, ഇത് കൊടുക്കുക. ഗിഫ്റ്റുകളൊക്കെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അറിയാലോ. പേളി. താങ്ക് യു സോ മച്ച് ചേട്ടാ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ആൻഡ് വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ ആട് 3. ആൻഡ് പ്രേക്ഷകരോട് ഒരു ഫൈനലായിട്ട് എന്താണ് ആട് 3 എന്നാണ് റിലീസ്? ആൻഡ് അപ്പോൾ ആദ്യം തന്നെ പേളിക്ക് നന്ദി, ഇത്രയും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാമിലി ഷോയ്ക്ക് എന്നെ വിളിച്ചതിന്. കാരണം പ്രായഭേദമന്യേ പേളിയുടെ ഷോ വാച്ച് ചെയ്യുന്ന ആളുകളാണ് ലോകത്തുള്ള മലയാളികൾ എല്ലാവരും. താങ്ക് യു സോ മച്ച്. അപ്പോൾ അത് വലിയൊരു സന്തോഷം. പിന്നെ അതുപോലെ തന്നെ മാർച്ച് 19-ാം തീയതിയാണ് ആട് 3 റിലീസാവുന്നത്. ആട് 1ഉം ആട് 2ഉം ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായതാണ്. ആട് 3യും ഇതുപോലെ തന്നെ ഇഷ്ടപ്പെടും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും കുടുംബമായിട്ട് തന്നെ വരും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാവട്ടെ. Thank you so much, Jada. And I just want to say we all love you and you are like family to us because ഞങ്ങൾ അത്രയും ചിരിപ്പിച്ചിട്ടുണ്ട്. I was just telling Srini that I love him so much. ഇന്ന് പ്രിപ്പയർ ഒന്നും ചെയ്യണ്ട because ജയേട്ടൻ നോക്കിക്കോളും ഇന്നത്തെ എപ്പിസോഡ്. Because you're such an understanding person, such a loving person. Wishing you all the best. സരിത ചേച്ചി, വേദു, അദ്വൈത്, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എല്ലാവരോടും വീട്ടിലേക്ക് എല്ലാവരായിട്ടും താങ്ക് യു കേട്ടോ. ലവ് യു.
This video is powered by MyG Future. Experience the next. In association with Arabian Gold and Diamonds. Love yourself the way you are. Love the world the way it is. Just go ahead and do your thing. Just believe, just believe. Ba 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 Holy Money Show. Oh, oh. Believe in yourself. Do it. Love yourself the way you are. Love the world the way it is. Holy Money Show.